السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. പിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആലರು പേടിച്ച് ജീവിക്കുന്നു ചൊಂತು ಸ್ವಂತತೆ ಮರ್ಕಾಂಟೆ ಎಲ್ಲರೊಟ್ಟು ವಸಿಯತ್ತಾಕರ ಉಪದೇಶಕರ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. KSA ಸಂಘಟನೆಯ ಸದಸ್ಯರೊಂದಿಗೆ ಪ್ರೀತಿಪೂರ್ವಕ ಚೊಲ್ರೆ ഒരു ടൈറ്റിൽ ಐತಿಕ್ರು ഇന്ന് നിങ്ങളെ എದುർಲು പൽക്കവരെಗೂ ನಾ ಬಂದರೆ നിങ്ങൾക്കെല്ലാവർക്കും പിടിന്ന പോലെ സെപ്റ്റംബർ 21 ഞായറാഴ്ച തർബിയ ക്ലാസ്സിലും സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച അഹ്ലെ ഹദീസ് സെന്ററിൽ അവിടുന്ന് ക്ലാസ്സിലും നാ പൽക്കവറിഞ്ഞത് അതായത് KSA ഹിസ്ബിയത്തുണ്ടു KSAക്ക് ഹിസ്ബിയത്ത് സംഭവിച്ചത് ചൊന്തു പ്രൂഫ് സഹിത അല്ലെങ്കിൽ ചില സംഭവം ഉദ്ധരിച്ചിട്ട് നാ ചൊന്ന പൽക്കത്തുക്ക് ആൻസർ ആയിട്ട് സെപ്റ്റംബർ 28 ഞായറാഴ്ച KSA ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള യാസിർ അൽ ഹിക്കമി നിങ്ങളെതിർന്നു ಬಂತು പൽക്ക പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ട് തിക്കുവാർ. സെയിം ഖുറാഫി മുസ്ലിയാക്കന്മാർ എങ്ങനെ ആൻസർ ആക്കിറാറ അതേ ഒരു രൂപത്തിലിട്ടിക്കറ് യാസിർ അൽ ഹിക്കമി ആൻസർ ആക്കിയത് ചൊല്ലതുക്ക് ഒരു ഡൗട്ടുമില്ല. ನಾನು കേൾക്കാത്ത ക്വസ്റ്റൻ റേ നന്റെ ക്വസ്റ്റൻ ആക്കിയിട്ട് അതുക്ക് ഒരു റെഡിമെയ്ഡ് ആൻസറും അതേപോലെ നാ കേട്ട ക്വസ്റ്റൻ റേ യന്ത്രമാ ആക്കിയിട്ട് അതുക്ക് ഒരു ആൻസറുമായിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ആൾമാറിനുള്ള വസ്വാസാക്കിയല്ലാണ്ടെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കിട്ടിയിട്ടില്ല ചൊല്ലതേറ്റിക്കറ് ഒന്നാമത്തേത് മനസ്സിലാക്കുകയുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ആൻസർ ആക്കുക അയാൾ ഒരു അർഹപ്പെട്ട ആളല്ല ചൊന്തയിട്ടിക്കറ് നക്ക് മനസ്സിലായി. അത്തരം ഒരു സ്വന്ത കീഴാവുന്ന ഒരവസ്ഥ ഇട്ടിക്കറ് നക്ക് കാണാൻ സാധ്യമായി. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയിൽ KSA പിർസാക്കര് KSA സംഘടനയിൽ പ്രവർത്തിച്ചോ ഇല്ലതായി ನನ್ನ ಪಿರ್ಸತ್ತೆ ಸಹೋದರನ್ಮಾರೊಟ್ಟಿಗೆ ചില ഉപദേശാക്കുകയിട്ടിക്കറ് അതേ അതിരൊട്ടിಗೆ മേ യാസിർ അൽ ഹിക്കമി നന്റെ ക്വസ്റ്റൻ റേ തിരിച്ചു മറിച്ചതും അതേപോലെ നാ കേൾക്കാത്ത ക്വസ്റ്റൻ റേ നാ കേട്ട ചൊന്താക്കിട്ട് ಅದಕ್ಕೆ ಆನ್ಸರ್ ആക്കിയതുമായി ಅದರ ನಿಜಸ್ಥಿತಿ ಎಂದ್ರೆ ചൊന്തും വിവരിക്കുകയിട്ടിക്കറ് ನಾನು ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കറ്. സഹോദരന്മാരെ ഇതിൽ നക്ക് ഒന്നാമത്തേത് ചൊല്ലുകില്ലെന്ന് ചൊന്നെങ്കിൽ ഇപ്പൊ സാധാരണ എല്ലാവരും ബിയർച്ചെന്ന് ചൊന്നെങ്കിൽ നാനൈത്തിക്കറ ഈ ഒരു ഫിത്തന സ്റ്റാർട്ടാക്കിയതിക്കറ്. ഈ ഫിത്തന അതായത് പരസ്പര പേരെടുത്തിട്ട് ഒരു സംഘടനരാവട്ടു അല്ലെങ്കിൽ ഒരു കോളേജിലാവട്ടു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാവട്ടു പേരെടുത്തിട്ട് സമൂഹത്തെ നടുലു ആൾമാരുടെ നടുലു വസ്വാസാക്കി ഈ ഒരു ഫിത്തന സ്റ്റാർട്ടാക്കിയരെ ആറ് ചൊല്ലത് പ്രൂഫ് സഹിത നിങ്ങളെದುರ್ಲು ಬೇಕು കേട്ടിക്കറ് ನಾನು സ്റ്റാർട്ടുക വിചാരിക്കണേ. ഇത് നാനുണ്ടാക്കി വെച്ചതായ ഒരു ഫിത്തനല്ല. നന്റെ ഇഷ്ടപ്പെട്ട ആൾമാർ പോലും അങ്ക് ചൊന്നു കൊടുത്തിരെന്തരെ നിങ്ങവല സ്റ്റാർട്ടാക്കിയരെ നിങ്ങവല അത് അവിടെ വെച്ചിട്ട് KSA പേരെടുത്തിട്ട് ചൊന്നരെ. അപ്പൊ അത് നിങ്ങൾ ഫിത്തന സ്റ്റാർട്ടാക്കിയ പോലല്ലേ ചൊന്തല്ല കേട്ടത് പേഴ്സണൽ വോയിസ് നക്ക് ಬಂದത് നന്റെ വാട്സപ്പിൽ ഇപ്പം ഉണ്ട്. അപ്പൊ ഇത് ഫിത്തന സ്റ്റാർട്ടാക്കിയരെ നാനല്ല അതേറ്റിക്കറ് ഒന്നാമത്തെ നച്ചൊല്ലുള്ളു. ഫസ്റ്റ് ഇത് ನಾನು സ്റ്റാർട്ടാക്കിയരെ ചൊന്തു കാജൂർരെ കബീർ ബായ് അയാൾ നന്നൊട്ടിಗೆ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടെ നന്നൊട്ടിಗೆ നിരന്തരമായിട്ട് കോണ്ടാക്റ്റിലുള്ള ഒരാളേറ്റിക്കറ്. അപ്പൊ അയാൾ നന്നൊട്ടിಗೆ ചൊന്ന ഒരു വിഷയ അതേറ്റിക്കറ് ഒന്നാമത്തേത് നിങ്ങളെതുള്ളു കേപ്പാട്ടുക നാ ഉദ്ദേശിക്കറ്. അപ്പൊ അങ്ങനെ വായിച്ചു വിട്ടപ്പോ അതൊക്കെ പ്രതിക്രിയ എന്ന നിലക്ക് ചില വിഷയങ്ങൾ അങ്ങനെ എടുത്ത് അപ്പോൾ നിങ്ങായിട്ടിക്കറി ഇപ്പോൾ പോയിട്ട് റായത്ത് പോലെ പിന്നെ ഒരു സെറ്റിംഗ് അല്ല ഒരു അങ്ങനെ ഇടയിൽ പൽക്ക പറഞ്ഞ ഇതിൻ്റെ ഉള്ള ഇടയിൽ ഇത് ഈ വിഷയം നിങ്ങൾ ഇട്ടത് അത് തുടക്കിയ നിങ്ങാൻ ചൊല്ലത് മനസ്സിലായിത്തല്ലേ. അങ്ങനെ ആയിട്ടിക്കറി ನಾನು നൻ്റെ ഒരു ജവാബ്ദാരി എന്ന നിലക്ക് ഈ ആദർശത്തൊട്ട് ഒരു പിരിസപ്പാടുണ്ടു ഈ ദാവത്ത് എത്തുവാട്ടൊരു ബാധ്യത നക്കവും ഉണ്ടല്ലേ. അപ്പോൾ അവിടെ ಡ್ಯಾಮೇಜ್ ಅಂದರೆ അവിടെ ഇസ്ലാഹ് എന്തെങ്കിലും സുലുഹാക്കോ എന്തെങ്കിലും ഉണ്ടാ
ചൊല്ലൊരു ചെറിയ പ്രയത്നത്തെ ഉദ്ദേശം വെച്ചിട്ടായിട്ടിക്കറ് സതുദ്ദേശം വെച്ചിട്ടായിട്ടിക്കറ് ഒരു ഗുണകാംക്ഷ വെച്ചിട്ടായിട്ടിക്കറ് ഈ വിഷയം കേട്ടത് ഇൻഷാ അല്ലാ. അപ്പൊ കേട്ടാറല്ലേ സഹോദരന്മാരെ, അയാൾക്ക് ആറാ ഇത് നാനേറ്റിക്കർ സ്റ്റാർട്ടാക്കി വെച്ചിനെ ചൊന്തു കൊടുത്തിറാറ്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ അയാൾ നക്ക് മെസ്സേജ് ആക്കി ഒരു മെസ്സേജ് ഇട്ടിക്കറ് നിങ്ങിപ്പ കേട്ടെ. അപ്പൊ എല്ലാരും സാധാരണ ആൾമാർ വിചാരിച്ചിരുന്നേ ഈ ഒരു ഫിത്തന സ്റ്റാർട്ടാക്കിയ നാനേറ്റിക്കറാണ്. അപ്പൊ ഈ ഫിത്തന സ്റ്റാർട്ടാക്കിയ ആറ് അതിലെ പ്രൂഫ് സമയത്ത നിങ്ങളെതുള്ളു ബേക്ക് വൈത്തിക്കറ നാ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത് 4-5 വർഷத்துக்கு മുന്നോളു സൽമാൻ മൗലവി ചൊന്തു ഇങ്ങലെ അൽബയാൻ കോളേജിൽ പഠിപ്പാട്ടിയോ ഇന്നേ ഇപ്പ വേറെ ഒരു ജാഗയില് കോളേജ് നടുപ്പാട്ടിയോ ഉള്ളേ ഒരു വ്യക്തി സൽമാൻ മൗലവി എല്ലാവർക്കും പിടിവിടും. സംവാദത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് കാട്ടേ ഒരു വ്യക്തി. അയാള് ഹുദത്തെ പേരെടുത്തിട്ട് വിമർശിക്കുന്നതും നിങ്ങൾക്ക് ദമ്മാജരെ സ്വാധീനം ഉണ്ടു ചൊന്നതും ഈ 4-5 വർഷத்துக்கு മുന്നോട്ട് നടന്നതായ ഒരു സംഭവമായിട്ട് കേട്ട് നോക്കൂ. സാധ്യമല്ല. ഇനി ഹുദാ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഹുദാ സ്കൂളുകളിലെ അധ്യാപകരിൽ നല്ല ഈ ദമ്മാജി സ്വാധീനമുണ്ട്. ദമ്മാജി സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വാദഗതികൾ ഉള്ള ആളുകളുണ്ട്. അപ്പൊ കേട്ടാറല്ലേ, ഇത് 4-5 വർഷத்துக்கு മുന്നോളും കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ ടൈം എന്തും ഞങ്ങൾ എഴുതി വെക്കാത്ത സമയം ഞങ്ങൾക്ക് ഇത് പിടില്ല. അപ്പൊ ഏതായെങ്കിലും ഒരു 4-5 വർഷத்துக்கு മുന്നോളും ഹുദാ സ്കൂളിന്റെ പേരെടുത്തിട്ട് അവിടുള്ള അധ്യാപകന്മാർക്ക് ദമ്മാജി സ്വാധീനം ഉണ്ട് ചൊന്തു ആൾമാറിനു വസ്വാസിടരുത്, ആൾമാറിനു ഫിത്തനാക്കരുത് നിങ്ങിപ്പ കേട്ടാറല്ലേ. ಇದಕ್ಕೆ ನಂಗೆ ಆನ್ಸರ್ ಹಾಕೋ പോയിരാമ ಆನ್ಸರ್ ಹಾಕೋಕು ನಾ ಉದ್ದೇಶಿಸಿನ್ನೆ ಅಂಡೆ ಬಟ್ ಅಂಡು പോലും അങ്ങ് ചൊന്നെಂದ್ರೆ കേസർ ആൾമാരൊട്ടിಗೆ ನಂಗೆ ಇದಕ್ಕೆ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ആ മീറ്റിംഗിൽ ചൊന്നെಂದ್ರೆ ನಂಗ ಸಲ್ಮಾನ್ ಮೌಲವಿ ಬಿಲ್ಕಿರ ನಂಗ ಜನರಲ್ ಒಟ್ಟಿಗೆ ತೆಚ್ಚಿಟ್ಟು ಇದರ ಅವಡಿಗೆ ಪೊಲಿಚು ಬಿಡುವ, ಅವಡಿಗೆ ನಿಪ್ಪಾಟಿ ಬಿಡುವ, ಅವಡಿಗೆ ಸುಲು ಹಾಕಿ ಬಿಡುವ, ನಂಗ ಇದಕ್ಕೆ ನಿಂಗೆ ಆನ್ಸರ್ ಹಾಕೋ പോവണ്ട ചൊന്തു ഞങ്ങൾ അണ്ട് തടഞ്ഞാറ്. അപ്പൊ ಅದರ അടിസ്ഥാനത്തിൽ ആ ഓക്കെ ബുട്ടുപുടാ ചൊന്തു ഞങ്ങൾ ബുട്ടുപുട്ട ഇന്റുക്ക് തോലും അങ്ങനത്തെ ഒരു സുലുഹു നടന്നിട്ടില്ല. അതേപോലെ അതിരെ ആ ഒരു പൽക്ക പറഞ്ഞിട്ട് ആ വീഡിയോ റിമൂവ് ആക്കുക പോലും കേസറങ്ക് ഇന്റുക്ക് തോലും സാധ്യമായിട്ടില്ല ചൊല്ലതെ ടിക്കറ് നാം മനസ്സിലാക്കൂല്ലേ. അപ്പൊ നോക്കൂ, ഇനി രണ്ടാമത്തേത് ഇങ്ങനെ ഒരു ദായിയായിട്ടുള്ള അബൂ മുജാഹിദ് ഷമീർ ചൊന്തു ഒരു വ്യക്തി. അയാള് എപ്പല്ല സലാഹുദ്ദീൻറಗಳ ವಿಷಯ ದೂರಗು പോണ്ട, ಎಪ್ಪಲ್ಲ ನೌಶಾದ್ರಗಳ ವಿಷಯ ದೂರ പോണ്ട, ಅಪ್ಪೆಲ್ಲಂ ಅದರೊಟ್ಟಿಗೆ ಕೂಟಿಗೆಟ್ಟಿತ್ತು ತರ್ಬಿಯತ್ತೆ ಕೂಟಿಟ್ಟು ತರ್ಬಿಯತ್ತೆ ಅದಕ್ಕೆ ಸೇರ್ಪಾಟಿತ್ತು. ದಮ್ಮಾಜರಂಗ 4-5 പീസ് ಐತ್ತು, ഒരു പീസ് ഉള്ളാൽത്തുക, ഒരു പീസ് തൊക്കൊട്ടുക, ഒരു പീസ് മൈക്കാൽത്തുക, ഇങ്ങനെയുള്ള ചൊന്ത് പൽക്ക പറഞ്ഞതും നമുക്ക് കാണും. ഇങ്ങനെ നിരന്തരമായിട്ട് വിമർശിക്കുന്നതായിട്ട് കാണാൻ സാധ്യമാണ്. അതിലെ ഒരു സാമ്പിൾ നിങ്ങൾ നോക്കൂ. ആരോപിക്കുന്നതായ അതേ റായത്തെ സ്വഭാവത്തെ ഊടകും കോമത്തു നിങ്ങൾ ഒന്നിന്റെ ആൾമാർ എങ്ങനെ എത്തിക്കുന്ന നാലായത് ഒന്ന് ഊടകു പോന്തു, പിന്നൊന്ന് തൊക്കോട്ട് പ്രദേശത്തേക്ക് പോന്തു, ഒന്ന് മൈക്കാലത്ത് പോന്തു, ഒന്ന് ബീച്ച് റോഡ് പോന്തു, എങ്ങനെ എത്തിക്കുന്ന നിങ്ങൾ എങ്ങനെ കണ്ട അപ്പൊ നോക്കിയാറല്ലേ. അപ്പൊ ഇതുക്കും ഞങ്ങളെ സഹോദരന്മാർ ആൻസർ ആക്കുക പോയിട്ടില്ല. ಅದಕ್ಕೆ സമൂഹത്തിൽ ಅದಕ್ಕೆ റിട്ടേൺ ഒരു ആൻസർ ആക്കുക പോയിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഇനി മൂന്നാമത്തേത് ഇങ്ങനോ ലാസ്റ്റ് മെമ്പേഴ്സ് മീറ്റില് അബ്ദുള്ള ഫർഹാൻ ചൊല്ലറ ഇങ്ങനെ ഒരു ദായി ചൊല്ലത് നോക്കൂ. നിങ്ങൾ ആൽമാർ ചൊന്തു അംഗീകരിക്കുന്ന ചില ആൽമാർ എങ്ങനെ ഇത്തിരി വിളിച്ചോണ്ടല്ലേ ക്ലാസ്സുകൾ ഈ ഹംറാസ്മിന് ആരിസ് ചൊന്തലി ഒരു മനുഷ്യ കുറെ നാൾ മുന്നോലു ഞങ്ങളെ റായത്തേക്ക് ಬಂತು ഒരു കോളേജിൽ അയങ്ക ആ ഒരു സ്കൂളുകും വേറെ ഹലജ പണ്ഡിതന്മാർ ಬಂದಂತ അയങ്കി അങ്ങ് ഒരു പോസ്റ്ററും എല്ലാം ബാനർ ലിക്കർ അയങ്ക ഇയാൾ വന്നപ്പ ബാനർ ഇല്ല ഫെറോത്തബായിൽ ಬಂದು പോയ അവസ്ഥ ഇത്തിക്കർ ನಂಗೆ കാണുക സാധ്യವರು. ഈ ആൾമാർ ഒരു മുത്തശ്ശത്തുല്ലെ വാദി ഇത്തിക്കർ കൊല്ലി സംഘടന വിഷയത്തിലും അതല്ലാത്ത വിഷയത്തിലും ഈ അപ്പൊ നോക്കിയാറല്ലേ സഹോദരന്മാരെ, ഹുദാ സ്കൂൾ വിഷയത്തില് ഹംറാസ് ചൊല്ലുന്ന വ്യക്തി പെറൗത്യബായിൽ വന്ന പെറൗത്യബായിൽ പോയ അതേപോലെ ഇങ്ങനെ മുത്തശ്ശദ്യതായിട്ടുള്ള വാദമുള്ളങ്ങ ഇട്ടിക്കറാറ് ഇങ്ങനെയുള്ള ചൊന്തു അതിലെ ദൂരത ഇട്ടിക്കറ് ഒരു മെമ്പേഴ്സ് മീറ്റിൽ വെച്ചിട്ട് ദൂരത ഇട്ടിക്കറ് നമുക്ക് അവിടെ കാണാൻ സാധ്യമായി. ഇതിലെ വിഷയത്തിൽ അതേ മെമ്പേഴ്സ് മീറ്റിൽ പോയിട്ട് ആ ഹുദാ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ളേ അഫ്താബ് ഉസ്താദ് പോയിട്ട് അവിടെ ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾ എങ്ങനെ ചൊന്നാറത്
ಅದು ಎತ್ರ ಸಮ ಪೆರೌತ್ಯ ಬಾಯಿಲು ಬಂಡೆ ಪೆರೌತ್ತು ಬಾಯಿಲು ಪೋಂಡೆ ಇದೆಂದ್ರ ವಿಷಯ ನಿಂಗೆ ನಗಲ ಮೇಲುಳ್ಳ ಆರೋಪಣಲ್ಲಿ ಆಕ್ರೆ ಚೊಂತು ಕೇಟಪ್ಪ ಬಬ್ಬಬ್ಬ ಅದಕ್ಕೆ ಆನ್ಸರ್ ಇಲ್ಲ ಕೇಟ್ ನೋಕು. ജാമിയത്തുൽ ഹുദ അല്ലെങ്കിൽ മദ്രസത്തുൽ ഹുദ ചെന്തുലതായോ നാളൊരു സ്കൂൾ ആ ಸ್ಕೂಲ್ರು ವಿರುದ್ಧಮೈತು ಪಲ ನಮ್ತ ಕ್ಯಾಂಪೇನ್ ಎಲ್ಲೂ ಈ ರಾಯത്തിൽ നടന്നുಂಟು ಅದರ ವಿಷಯത്തിൽ ಲೇಖನ ಎಲ್ದ್ರು ಅವ್ರ ಉಸ್ತಾದ್ಮಾರ ವಿಷಯത്തിൽ ವಿರುದ್ಧಮೈತು ಎಲ್ದ್ರು അങ്ങനൊരു മുത്തശ്ശദ്ധിതായിട്ട് ചിത്രീകരിക്കರು മാത്രമല്ല അങ്ങനത്തെ മദ്രസത്ത് നിങ്ങളെ മക്കളെ കർത്തണ്ട അവിടെ സമയമില്ല ചെന്തുള്ളതായ പല രൂപത്തിലോ ലേഖനവും പൽക്കവും അവിടെ IB ರಂಗವುಳ್ಳಾರು CBI ರಂಗವುಳ್ಳಾರು ചെന്ത് പേടിപാടിത്ത് പല ആൾമാരും ആ മദ്രസത്തിൽ നിന്ന് ദൂരാക്കുള്ളതായ പ്രയത്ന ഞങ്ങളുടെ രായത്തിൽ നടന്നുള്ളത് എല്ലാവർക്കും പിടിയില്ലതായ ഒരു കാര്യത്തിൽ ആ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ಬೇಜಾರು ವಿಷಯ ಅಂದರೆ ಚೆನ್ನಾಗಿ ಈ KSA ಸಂಘಟನೆ ಕರ್ನಾಟಕ ಸಲಫಿ ಅಸೋಸಿಯೇಷನ್ರು ಒಫಿಷಿಯಲ್ ಐತುಲ್ಲದಾಯ ಆಲ್ಮಾರು ಮುಲ್ಲಾರು ಅದಕ್ಕೆ ಸಪೋರ್ಟ್ ಹಾಕಿರದಾಯ ಆಲ್ಮಾರು ಮುಲ್ಲಾರು ಅದರ ದಾಯಿಮಾರು ಅದಕ್ಕೆ ಸಪೋರ್ಟ್ ಹಾಕಿತುಲ್ಲಾರು ಇದರ ಪ್ರತಿಯೊರು ಪ್ರೂಫ್ ಸಮೇತ ಐತಿಕರ ನನ್ನೊಟ್ಟಿಗುಲ್ಲದು ಆಯಂಗ ನಸೀಹತುಲ್ಲದಾಯ ഒരു ಕಾರಣ ಕೊಂಡುತ್ತು ഞങ്ങൾ ഫർഹാൻ ഉസ്താദ് ചെന്നതുപോലെ ആൽമാറോ കീലാക്കാണ്ട സമുദായത്തെതിരും അങ്ങനെ പേര് എടുത്തിട്ട് അങ്ങനെ കുടുംബത്തിനും അങ്ങനെ ആൽമാർക്കൊരു ചെങ്കി കൊമ്പറാത്ത ഒരു കാരണം കൊണ്ട് തെറ്റിക്കർ ഇത്ര വർഷത്തോളം അങ്ങനെ വിഷയത്തിൽ ഞങ്ങൾ പലക്കെ പറയാണ്ടിരുന്നത്. അപ്പൊ ഇതൊരു ആമുഖമായിട്ട് അയാള് ചൊന്തു വെച്ച ഒരു വിഷയ. ഇനി ആ അംറാസിന്റെ വിഷയത്തിൽ പെറോത്തുൽ ബായിൽ വന്നത് പെറോത്തു ബായിൽ പോയതുള്ള വിഷയം അയാൾ ക്വസ്റ്റ്യൻ കേൾക്കൂ. അപ്പൊ കേസർ ഒഫീഷ്യലായിട്ടുള്ളതായ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞങ്ങൾ ഫർഹാൻ ഉസ്താദ് ചെന്ന ഒരു വിഷയത്തിക്കർ ഞങ്ങളുടെ രായത്തിലുള്ളതായോ ഒരു മദ്രസ അല്ലെങ്കിൽ കോളേജ് അവിടെ പെറോത്ത ബായിൽ ഇങ്ങനെ ഹംറാസ് ചെന്നുള്ളതായ ഒരാൾ വന്ന് അതായത് അഹ്ലെ ഹദീസ് ഉലമാക്കന്മാർ അൽഹംദുലില്ലാ ഞങ്ങൾ ജാമിയത്തും ചാൻസലർ എത്തിക്കർ ഷെയ്ഖ് താരിഖ് സഫീർ റഹ്മാൻ ബാറഫൂരി അതേപോലെ ഞങ്ങൾ ജാമിയത്തും മദ്രസത്തും എല്ലാ തിങ്കളും അഹ്ലെ ഹദീസ് ഉലമാക്കന്മാർ ഷെയ്ഖ് അനീസ് റഹ്മാൻ ഹഫിദുല്ലാ ആവട്ടെ അതേപോലെ ഷെയ്ഖ് അബ്ദുൽ അസീം മദനി ആവട്ടെ ഇങ്ങനത്തെ പല ഉലമാക്കന്മാരും വിസിറ്റ് ആക്കിയോന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് മെൻഷൻ ആക്കിയിട്ട് ആ സ്കൂളിൽ അഹ്ലെ ഹദീസ് ഉലമാക്കന്മാർ ಬಂದೆಂಗೆ ഞങ്ങൾ പോസ്റ്റർ ಹಾಕ್ರಾರು ಬ್ಯಾನರ್ ಹಾಕ್ರಾರು ಅದೇ ಹಮ್ರಾಜ್ ಬನ್ನದಕ್ಕೆ ಪೋಸ್ಟರ್ ಎಂದು ಹಾಕಿತ್ತಿಲ್ಲ ಪೆರೋತ ಬಾಯಿಲ್ ಬಂದು ಕ್ಲಾಸ್ ಹಾಕಿ പോയിರೋ ചെന്തുള്ളതായ ഒരു രൂപത്തിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഞങ്ങളെ മദ്രസത്തോ വിഷയത്തിൽ ഒരു വെടക്കൈത്തുള്ളതായ ഒരു ചിത്രീകരണം അതായത് ഏതൊരു ക്യാമ്പയിൻ ആയോന്ത് ബന്നോന്തുണ്ട് ഇത്ര വർഷത്തിലുണ്ട് അത്ര ഒരു ഭാഗമായിട്ട് നക്ക് കണ്ടത്. അതായത് ആ മദ്രസത്തോ വിഷയത്തിൽ ആൾമാർക്ക് ഒരു തപ്പഭിപ്രായം ഇട്ടിട്ട് അങ്ങനത്തെ മദ്രസത്തങ്ങ എത്തിക്കാറുടെ ഫിത്തനാക്കിയൊന്നുള്ളത് ചെന്തുള്ള രൂപത്തിൽ ചിലപ്പോൾ അതിൽ പിടിയിലാണ് ചെന്നത് എത്തിക്കൂ അല്ലെങ്കിൽ വേറെ സംഗതി കേട്ടത് എത്തിക്കൂ. അപ്പോൾ അതിൽ ചെന്നതുപോലെ ഞങ്ങൾ നസീഹത്തുള്ള എത്തിക്കോണി. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങൾ മദ്രസത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് ഞങ്ങളൊട്ട് കേൾക്കണി തോക്ക ഇങ്ങനത്തെ ആൾ ബന്നിറ ഇനി ബന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബറുകു ಬಿಡು തീര അത് തപ്പ് എത്തിക്കർ ചെന്തുള്ളതായ ഒരു നസീഹത്തിക്കോണി. അപ്പോൾ അതെന്തുമാക്കാണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് സോഷ്യൽ മീഡിയത്തിൽ ലൈവ് ആയിട്ടുള്ളതായ ഒരു പ്രോഗ്രാമിൽ ഒരു മദ്രസത്തെ വിഷയത്തിൽ ഇങ്ങനെ തപ്പ് അഭിപ്രായം വരുമ്പോഴത്തെ പൽക്ക ഇടുമ്പോഴത്തേക്കും ഞങ്ങൾ അറ്റാക്ക് ആക്കുറങ്ങ നിങ്ങൾ KSM സലഫി ಅಂತ നോക്കിയിട്ടല്ല അറ്റാക്ക് ആക്കുക. ഞങ്ങളൊട്ടുള്ളതായ എല്ലാ കോളേജും എല്ലാ മദ്രസും എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഇത് ബാധകവും. അപ്പോൾ ഒരു മദ്രസത്തെ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ ആക്കുമ്പോഴത്തേക്കും എന്തിಗೆ എത്തിക്കർ ഇങ്ങനത്തെ സൂക്ഷ്മത്തെ പാലിക്കില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യനുക്ക് ആൻസർ ഉണ്ടാ? ആൻസർ ഇല്ല. വാപ്പസ് അതേ ക്വസ്റ്റ്യൻ അയാൾ റിപ്പീറ്റ് ആക്കി കേൾക്കറ്. ഞാൻ അങ്ങനല്ല കേട്ടെ നന്റെ ക്വസ്റ്റ്യൻ ഇതേ ടിക്കറ് ചൊന്തു ഞങ്ങൾ അഫ്താബ് ഉസ്താദ് അതേപോലെ റിപ്പീറ്റ് ആക്കിയിട്ട് വാപ്പസ് അത് കേൾക്കരുത്. ക്വസ്റ്റ്യൻ അതല്ല, അത് ഞങ്ങൾ ഓൾറെഡി വിട്ടുക. ഞാൻ ഒന്നാമത്തേതായി കേട്ട ക്വസ്റ്റ്യൻ ഇന്ത്യ നടന്ന സംഭവം എത്തിക്കർ. അതായത് ഫർഹാൻ ഉസ്താദ് ചെന്നത് അയിലെ ಅದಕ್ಕೆ ಉತ್ತರ ಹಾಕಟ್ಟು ಎತ್ತಿಕರ್ ನಾನು ಆಶಯಿಕರು ചിലപ്പോൾ അതിൽ ചെന്നതിൽ മിസ്റ്റേക്ക് ആയിട്ട് ചിന്തിക്കൂ അല്ലെങ്കിൽ അതിൽ ആരും ചെന്നത് ചിന്തിക്കൂ. അപ്പോൾ ഫർഹാൻ ഉസ്താദ് ചെന്നത് എത്തിക്കർ ನಾನು ನಂದು ಕ್ವಶನ್ ಅದಕ್ಕೆ ಮುನ್ನಲ್ತರ ನಾ ಚಂದ್ರ ಆ ಕ್ವಶನ್ಗುಲ್ಲದವರು ಸಪೋರ್ಟ್ ಐತಿ ಎತ್ತಿಕರ್. അപ്പോൾ ഫർഹാൻ ഉസ്താദ് ചെന്നത് ഒക്ക അല്ലേ ചെന്തുള്ളത് എത്തിക്കർ എന്നൊരു ക്വസ്റ്റൻ ഉള്ളത് എനിക്ക് ഇത്രത്തോളം ആയതുക്ക് ನಾ ചെന്നത് പോലെ ഈ മജ്ലിസിലെ തെച്ചങ്ങുള്ളാർ അങ്ങനെ പേര് എല്ലാവരും ಎದುರು ചെല്ലത് ನಾನು ವರ್ಕತ್ತು ಉದ್ದೇಶಿಕ್ಕಿಲ್ಲ. ಶಮೀರ್ ಉಸ್ತಾದ್ ಚೆನ್ನದ പോലെ മസ്ലഹത്തും മഫ്സദത്തും നോക്കിയിട്ട് എത്തിക്കരണ പ്രത്യേക കാര്യം എതിർബൈക്കൊണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ അത് കൂടെ ഉള്ളതായോ മജ്ലിസ് ഉള്ളതായോ ആൾമാർക്ക് പിടിയുണ്ട് അങ്ങനെ എഴുതിയത് അങ്ങനെ നിങ്ങളോട്ട് ചെന്നാറുണ്ടെങ്കിൽ അങ്ങനെ ചെല്ലിട്ട് ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ല ഉണ്ടായെങ്കിൽ ഇൻഷാല്ല അങ്ങനെ ഇഖ്ലാസും അങ്ങനെ സിദ്ദുകൊണ്ടുണ്ടാകും നിങ്ങളോട് ചെല്ലുവാർ ഞങ്ങൾ എഴുതിരാം. ഇനി ചെന്നിട്ടില്ലെങ്കിൽ ഇൻഷാല്ല ನಾನು ಪರ್ಸನಲಾയിട്ട് നിങ്ങളോട്ട് ചെല്ലുക അങ്ങനെ പെർമിഷൻ ഉണ്ടുണ്ടായെങ്കിൽ ഇൻഷാല്ല. ഇനി രണ്ട് ക്വസ്റ്റൻ ഉള്ളത് ഫർഹാൻ ഉസ്താദിനൊട്ടുകു അതായത് ഹംറാസ് പെറോത്ത ബായിൽ ಬಂತು പ്രോഗ്രാം കഴിച്ച് ಬಂತು ചെന്തുള്ളതായ രൂപത്തിൽ ചിത്രീകരിച്ചത് ಅದರ ಆನ್ಸರ್ എത്തിക്കർ ನಾನು കേട്ടത്. ഏത് അല്ല നിങ്ങൾ കോളേജ് കയ്യിൽ ബന്ധേ ഇല്ല അയാൾ ചെന്നത് അതെ അയാൾ ചെന്ന കലവുണ്ട് ഞാൻ ചെല്ലില്ല ചിലപ്പോൾ അതെ അയാൾക്ക് ആരെ കേട്ടത് എത്തിക്കൂ എങ്ങനെ അഹ്ലെ ഹദീസിലെ ഉലമാക്കന്മാർ വന്നപ്പോൾ ഞങ്ങൾ പോസ്റ്റർ ആക്കറ അങ്ങനെ ഫർഹാൻ വന്നപ്പോൾ അല്ല ഞാൻ അയാൾ ചെന്നപ്പോൾ ഞാൻ ചെന്നുള്ളൂ. അയാൾ ചെന്നത് അഹ്ലെ ഹദീസിലോ ഉലമാക്കന്മാർ വന്നപ്പോൾ ഞങ്ങൾ പോസ്റ്റർ ആക്കറ. ഹംറാസ് വന്നപ്പോൾ ഞങ്ങൾ പോസ്റ്റർ ആക്കിയിട്ടില്ല. അപ്പോൾ ഹംറാസ് വന്നപ്പോൾ പോസ്റ്റർ ആക്കിയിട്ടില്ല ചിലർ അർത്ഥം എന്തോ ഞങ്ങൾ അയാൾ ഒരു ക്ലാസ്സിಗೆ പിലിച്ചിരമ്മ അല്ല ഞങ്ങൾ അയാൾ ഇൻവൈറ്റ് ആക്കിരമ്മ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഹംറാസ് വന്നിട്ടില്ല ഞാൻ ചെന്നില്ല. ഞങ്ങളുടെ ചൊമ്മ താലിമിങ്ങ ಬಂಡಾರ കേസർ ആലിമിങ്ങ ಬಂಡಾರ SK സെമറ ಬಂಡಾರ വിസ്ഡം ರಂಗ ಬಂಡಾರ അങ്ങ് വിസിറ്റ് ബറുവാർ അല്ലെങ്കിൽ വേറെ ഏതോ ഒരു കാരണത്തിൽ ബറുവാർ ഞങ്ങൾ അങ്ങനെ ഇൻവൈറ്റ് ആക്കി തങ്ങൾ പ്രോഗ്രാം വിളിച്ച രൂപത്തിലേക്ക് ചിത്രീകരിച്ചിട്ട് തിക്കർ കൂടെ ചെന്നത് അതിൽ തപ്പിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഞാൻ ആ വിഷയത്തിൽ എതിർക്കൊണ്ടില്ല. ഇനി അതിലെന്തെങ്കിലും ഒരു ഉദ്ദേശം ഒന്നുണ്ടായെങ്കിൽ നമുക്ക് നസീഹത്താക്കട്ടെ ആ നസീഹത്ത് ഞങ്ങൾ സ്വീകരിക്കണം.
ಅಪ್ಪ ಕ್ವಶನ್ ಅಂದ್ರೆ ಹಮ್ರಾಸ್ ಚೊಲ್ற ವ್ಯಕ್ತಿ ಉದಾ ಸ್ಕೂಲ್ರ പെറൗത്ത ബായിൽ ಬಂತು പെറൗത്ത ബായിൽ പോയിട്ടുണ്ടല്ല ചൊല്றது എത്ര സമ ಅದಕ್ಕೆ ಎಂದ್ರೆ നിങ്ങളൊട്ടിಗೆ പ്രൂഫ് ഉണ്ടു അത് എന്ത് എങ്ങനെ നിങ്ങൾ ഏതൊരു അടിസ്ഥാനത്തിൽ നിങ്ങൾ ചൊന്നാറ് അതിരടലും അയാൾ ചൊല്ലു ഞങ്ങൾ അയാൾ ചൊല്றது കലവല്ല കലവുണ്ടു ചൊല്ലറല്ല അപ്പൊ നോക്കൂ അതേറ്റിക്കിற നസീഹത്ത് അഫ്താബുസ്താദ് അതിരടൽ ചൊല്ലുന്നതിനെ ഞങ്ങൾ അയാൾ ചൊല്றது കലവുണ്ടു ഞങ്ങൾ ചൊല്ലില്ല ಮಾತ್ರ ಅದು ಎತ್ತರ ಸಮ ಚೊಂತು ನಿಂಗೆ ಅದು ಕ್ಲಿಯರ್ ಆಗಿ ತರುಂಟು ಐತಿಕ್ಕರಿ ಕೇಕ್ರಿ ಅದಕ್ಕೆ ಯಾಸಿರಲ್ಲಿ ಹಿಕ್ಕಮಿ ಪಿನ್ನ ಬಂಡೆ ಇಜಾಸೊಲೆಗೆ ಆನ್ಸರ್ ಹಾಕೋಯ್ತಲ್ಲ ಅಪ್ಪ ಯಾಸಿರಲ್ಲಿ ಹಿಕ್ಕಮಿ ಬಂತು ಅದಕ್ಕೆ ഒരു ആൻസർ ആക്കിയ സ്റ്റൈൽ നോക്കൂറും നമുക്ക് സംശയിക്കുനായിട്ട് ബന്ത് നോക്കൂ എന്തൊരവസ്ഥ സംശയിക്കുനായിട്ട് ബന്ത് ഇന്ന കാരണത്തിൽ നമുക്ക് സംശയിക്കുനായിട്ട് ബന്ത് ഗ്യാരണ്ടി ഇല്ല അപ്പൊ എല്ലാത്തും അയാൾ ഇങ്ങനെ സംശയ അയാളുടെ സംശയ ടിക്കറല്ലോ അപ്പൊ സംശയത്തെ അടിസ്ഥാനത്തിൽ എല്ലാവരും ദൂരതും അതേപോലെ അപ്പറാക്കൃത ടിക്കർ കാണ്ടി അപ്പൊ നോക്കൂ അയാളുടെ ആൻസർ നിങ്ങൾ നോക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു വിഷയ ബാക്കിയായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹംറാസ് ബിൻ ഹാരിസ് ചൊല്ലുற വ്യക്തി ഹുദാ സ്കൂൾക്ക് ബാക്കറി ബായിൽ പോയിரு അത് സാധാരണ നോട്ടീസെല്ലാം അടിച്ചിട്ട് ബാക്കിന്ന് അലിമിങ്ങ പറമ്പ് അങ്ങനെ ആക്ര പോലെ ആക്കിയിട്ടില്ല. അപ്പം അത് ബന്തില്ല എന്ന് നിങ്ങൾ ചൊല്ലില്ല നിങ്ങൾ അവിടെ ബന്തിക്കും തെറ്റിക്കറി നിങ്ങളും പലക്കത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം എന്ത് അതിപ്പോൾ വന്നിട്ട് ക്ലാസ് എടുത്തമല്ല നിങ്ങൾ വിളിച്ചിരാറ ചൊന്നത് കൺഫേം ഉണ്ടാകത്തുള്ള എത്തിക്കറി പിന്നുള്ള വിഷയം അപ്പോൾ ബന്ദ്രാറ ഇല്ല ചൊല്ലുற ഡൗട്ട് തീർത്ത് ഇനിയിപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് ബന്ദ്രമല്ല വിളിക്കാണ്ട് ബന്ദ്രമാ ചൊല്ലുறது എത്തിക്കറി പിന്നുള്ള സംശയം. ഇപ്പം ഞങ്ങൾക്ക് കൂടെ ഒരു കോളേജ് ഉണ്ട് അൽബയാൻ അറബി കോളേജ് ಅಂತ അവിടെ അമ്രാസ് ഇല്ല. അപ്പോൾ ഞങ്ങളൊരു കോളേജ് ഒരു സംസ്ഥയ്ക്ക് പറഞ്ഞിട്ടെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ബന്ധം ഇക്കും ബന്ധ ഉണ്ടുണ്ടെങ്കിൽ മാത്രം എത്തിക്കറി അങ്ങനത്തെ വിസിറ്റ് ആക്കരുത്. കോളേജിಗೆ ഒരു ಬಂದಿನ್ನಿಂಗ್ ಮಾತ್ರವಲ್ಲ അങ്ങനത്തെಲ್ಲ ವಿಸಿಟ್ ಹಾಕರು ಇದಕ್ಕೆ ಇಯಾಲೆ ನಾ ಎಂದ್ರ ಚೊಲ್ಲಟ್ಟು ಇಯಾಲೆ പൊട്ടത്തറ ಅಂಟ ಅಲ್ಲಿ ಎಂದ್ರೆಂಟು ನಾ ಚೊಲ್ಲಟ್ಟು ഹുദാ ചൊല്றது ഒരു സ്കൂൾ ആയിട്ടിക്കറ് ഇങ്ങനെ പോലെ ഒരു അറബിക് കോളേജ് അല്ല. അപ്പൊ സ്കൂളിൽ ആരും വരുവാറും ഈവൻ സുന്നിര മക്ക പോലും ಬಂತവിടെ പഠിக்கிறார். അപ്പോൾ സ്കൂൾ വേറെ കോളേജ് വേറെ അതൊരു ಬಂದಿನ್ನಿಂಗ್ ಮಾತ್ರ ಬಂಡೆ ಬಂದಿನ್ನಿല്ലെങ്കിൽ ಬಂಡಿಲ್ಲ ಇದಕ್ಕೆ ಎಂದ್ರೆಂಟು ನಂಗೆ ചൊല്ലട്ട്. അപ്പൊ ഏതായെങ്കിലും ഇയാള് ಅದಕ್ಕೆ എന്താക്കിற ബാക്കി നിങ്ങൾ കേൾക്കുറ അയാളുടെ ആ സംശയത്തെ പേരിൽ അയാൾ ആരോപണ ഇടുന്നത് നോക്കൂ. നിങ്ങളെ കൂട്ടത്തിലുള്ളതായ ഫൈസാൻ ചൊല്ലുന്നതായ ഒരു വ്യക്തി ഒരു വീഡിയോ റിലീസാക്കി അതിപ്പം നിങ്ങളെ യൂട്യൂബ് ചാനൽ അതിലുണ്ട്. അതിൽ ഞങ്ങൾക്കൊരു സംശയാസ്പദ ആവുകയില്ല കാരണം തെറ്റിക്കൽ നിങ്ങൾ അങ്ങനെ പേര് ഇടില്ല ചൊല്ലുന്നത് അതിലയാൾ സ്ഥാപനക്ക് വന്നതായ കുറേ ആലിമീങ്ങളെ വിഷയമെല്ലാം ചൊല്ലുന്നു ഉറുദു ആലിമീങ്ങൾ വന്നതെല്ലാം വിഷയ ഡീറ്റെയിൽ ആയി ചൊല്ലുന്നു. അങ്ങനെ അതിൽ കേരളത്തിൽ നിന്ന് വന്നതായ ഒരേ ഒരു ദായിര വിഷയം ചൊല്ലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ട് നിങ്ങൾ പോസ്റ്റർ കൂടാത്തപ്പോൾ ഒരു സംശയം അങ്ങനെ ഇരിക്കും എന്തെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്ഥാപനക്ക് സാജിദ് ബിൻ ഷെരീഫ് വന്നത് നിയാഫ് ബിൻ ഖാലിദ് വന്നത് അതുപോലത്തെ റൌഫ് നദീബി വന്നത് ഇങ്ങനെ 6 പേരും കേരളത്തെ മലയാളി തുല്യതായ 6 പേരും ചൊല്ലാണ്ട് നിങ്ങൾ ഉറുദുരെ പേര് മാത്രം ചൊന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയിക്കൂ. ഇപ്പം ഉണ്ട് നിങ്ങൾ വിളിച്ചിട്ടേ വന്ന് തിക്കൂ നിങ്ങൾ പേര് പബ്ലിഷ് ആക്കുക ഉദ്ദേശിച്ചിരിക്കല ഏതുപോലെ ചെന്നെങ്കിൽ ഇപ്പം ഉണ്ട് നിങ്ങളൊരു ദൗറ നടക്കരുത് ബജ്പേല് ആ ദൗറത്തിൽ ഫസ്റ്റ് ഹംറാസ് ബിൻ ഹാരിസ് ചൊന്ത് പേരിട്ട് പിന്നെ കുറേ ടൈം പോകുമ്പോൾ ആ പേര് മാഞ്ഞു പോയിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ആകുമ്പോൾ ഒരു സംശയിക്കും ആ സംശയത്തെ ബേസിലേക്ക് തിരിച്ചുന്നത് അതിനിപ്പോൾ നിങ്ങൾ ക്ലിയർ ആക്കി മതിയാവും. നിങ്ങൾ വിളിച്ചിട്ട് ബന്ദ്രമ അല്ല വിളിക്കാണ്ട് ബന്ദ്രമ നിങ്ങൾക്ക് അങ്കുല്ലേ കണക്ഷൻ എന്തിരെ അണ്ട് ഫൈസാൻ ചൊന്നതിൽ എന്തുകൊണ്ടൊക്കെ കേരളത്തങ്ങനെ വിഷയ ചൊന്നില്ല ഇനി അപ്പൊ നോക്കിയാറല്ലേ സഹോദരന്മാരെ ഒരു സംശയത്തെ പേരിൽ ഒരു സ്കൂളിലെ ഈ നമ്മ ആരോപണ ഇട്ടിട്ട് ബദ്നാമാക്കരു അതും ഒരു തൗഹീദ് പഠിപ്പാട്ടേ അതേപോലെ സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് എത്തുപാട്ടേ അതുക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചോ ഇല്ല ഒരു സ്കൂളിന്റെ വിഷയത്തിൽ സംശയത്തെ പേരിൽ ഇങ്ങനെ ആരോപണ ഇടുന്നതും അതിനെ ബദനാമാക്കുന്നതുമായിട്ടിക്കറ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധ്യ. ഇതുക്കും ഞങ്ങൾ പരസ്യമായിട്ട് ആൻസർ ആക്കി പോയിട്ടില്ല. നോക്കൂ ഇതുക്കും ഞങ്ങൾ പരസ്യമായിട്ട് ആൻസർ ആക്കി പോയിട്ടില്ല. അതിൽ പിന്നെ അയാൾ എന്താക്കറ് ഷെയ്ഖ് താരിഖ് റൊട്ടി തെച്ച സുൽഹുര വിഷയത്തിൽ അതായത് ഈ വിഷയത്തെ നിങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബിൽക്കാണ്ടിരിക്കൂ മാത്രം നിങ്ങളെ ഞങ്ങൾക്ക് നമ്പകാവില്ല ചൊന്തു പിന്നെ അയാൾ ചൊല്ലു പോണ്ടെവിടേക്ക് ഷെയ്ഖ് താരിഖ് റൊട്ടി തെച്ച മീറ്റിംഗ് വിഷയ ചൊല്ലുക ഇട്ടിക്കറ അയാൾ പോണ്ട് ആ മീറ്റിംഗ് വിഷയം അവിടെ എടുക്കുന്ന ജറൂറത്തേ ഇല്ല അതിലെ ക്വസ്റ്റന് കേട്ടമേ അല്ല ആയെങ്കും അയാൾ പിന്നെ പോണ്ടെവിടേക്ക് മീറ്റിംഗ് വിഷയത്തിൽ കൈത്തിക്ക് കേൾക്കൂ. ഇനി അങ്ങനെ വന്നിട്ട് ചൊല്ലുற ഇൻഫർമേഷൻ
ഞങ്ങൾക്ക് ഒരു വിശ്വസ്തമായിട്ടുള്ളൊരു സോഴ്സിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ നിങ്ങൾ ബണ്ടില്ലെന്ന് ചൊന്നെങ്കിൽ നിങ്ങളെ നമ്പക്ക് തെല്ല് ഞങ്ങൾക്ക് കഷ്ടമുണ്ട്. എന്തൊക്കെ ചൊന്നെങ്കിൽ നിങ്ങൾ പല വിഷയത്തിലും ആൾമാരുടെ ഇടയിൽ പല രീതിയിലേക്ക് കാണും. ഞാൻ ക്ലിയർ കട്ട് ഒഫീഷ്യലായ സ്റ്റേജിൽ നിന്നിട്ട് ചൊന്നോട്ടുള്ളത് ഈ വിഷയം. എന്തൊക്കെ ചൊന്നെങ്കിൽ ഞങ്ങൾ ഒരു സുലുഹുക്ക് തെച്ചിരുന്ന നിങ്ങ നമ്പർ ನಂಬಾಂಟಿಕ್ಕೋರು ನಿಂಗ ನಂಬಿತ್ತೆಂದು ಹುದಾ ಸ್ಕೂಲ್ ನಡ್ಕೊನುಂಟೆಂದು ಇಲ್ಲ. ಬಟ್ ಆಲ್ಮಾರ್ ನಡ್ಲು ಫಿತ್ತನ ಹಾಕಿರ್ದುം ഫസാദ് ആക്കിയതും നിപ്പാട്ടു. അത് നിങ്ങളെ പരലോകത്ത് നിങ്ങൾക്ക് എത്തിക്കർ ഖൈർ. അത് നിങ്ങൾ ഫിത്തന ആക്കിയെങ്കും ഹുദ സ്കൂളിലെന്തും സംഭവിക്കോണ്ടില്ല. അപ്പം നിങ്ങൾക്ക് പരലോകത്ത് ബച്ചവാവണ അത് ആ ഫിത്തനാക്കിറതും അതേപോലെ ഫസാദാക്കിറതെല്ലാം തെല്ലി നിപ്പാട്ടെങ്കിൽ നിങ്ങളെ പരലോകത്തുക അത് നിങ്ങൾക്ക് ഹൈറൈറ്റിക്കറ് ചൊന്തു മാത്രം ഇട്ടിക്കറ് ആ വിഷയത്തിൽ ചൊല്ലുവല്ലേ. അപ്പം ഏതായെങ്കിലും സഹോദരന്മാരെ ഇതുക്കും ഞങ്ങൾ എന്താക്കോ പോയിട്ടില്ല, ആൻസർ ആക്കോ പോയിട്ടില്ല. ഇനി നാലാമത്തേത് നോക്കൂ. ഹുദത്തെ പേരിലും ഹുദത്തെ പ്രിൻസിപ്പലായിട്ടുള്ള അഫ്താബ് ഉസ്താദിന്റെ പേരിലും ആർട്ടിക്കൽ എഴുതിട്ട് ഫിത്തനും ഫസാദാക്കിത്ത് വാട്സപ്പിലെല്ലാം പ്രചാരാക്കിത്ത് അങ്ങനെ ഒരു ആ ഹുദ സ്കൂളിന്റെ ദൂരിട്ട് ഒരു ആർട്ടിക്കൽ ഇങ്ങനെ പ്രചാരാക്കിയാറ്. ഇങ്ങനെ ആൾമാരെ കേസരെ സക്രിയ പ്രവർത്തകന്മാരായിട്ടുള്ള ആൾമാരിട്ടിക്കറ ആ ആർട്ടിക്കൽ എഴുതിരെ ചൊല്ലതും അതേപോലെ അതിൽ പ്രചാരാക്കിയതെല്ലാം അങ്ങമേ. ಅದಕ್ಕೂ ನಂಗೆ ಎಂದಾಕೋ ಹೋಗ್ಬಿಟ್ಲೆ ಆನ್ಸರ್ ಹಾಕೋ ಹೋಗ್ಬಿಟ್ಲೆ. ನೋಡ್ಕೊರಿ ನಿಂಗ ಆ ಆರ್ಟಿಕಲ್ ಅವಸ್ಥೆ ನೋಡ್ಕೊರಿ. ಎಂದ್ರೆ ಒಂದಾಮತ್ತದು ಅಫ್ತಾಬ್ ಎಂಬ ಪಾಂಡೇಶ್ವರ ಹುದಾ ಶಾಲೆಯ ಪ್ರಿನ್ಸಿಪಲ್ ಹೇಳಿದ ಕೆಲವು ಮಾತುಗಳು ಕೇಳಲು ಅವಕಾಶ ಲಭಿಸಿತು. ಇವನಿಗೆ ಸಂಘಟನೆ ಎಂದರೆ ಎಲರ್ಜಿ. ഇങ്ങനെ ചൊന്തു ആ ആർട്ടിക്കൽ ഇങ്ങനെ പോണ്ടു. രണ്ടാമത്തേത് നോക്കൂ. അതേ ഹെഡിങ്ങിൽ പിന്നെ ചൊല്ല ಇವನ ಕೆಲವೊಂದು ವಾದಗಳು ಈ ರೀತಿ ಇದೆ. അപ്പൊ അങ്ങനെ ചൊന്തല്ല എന്താക്കര് ആർട്ടിക്കൽ എന്തിട്ട് ഇടീ ഫിത്തനാക്കൃതി തിക്കറ് കാണാൻ സാധ്യമായി. ಅದಕ್ಕೆಲ್ಲ ಕೃತ್ಯമായിട്ട് ഷെയ്ഖ് ത്വാരിഖ് ആൻസർ ആക്കി. ഷെയ്ഖ് ത്വാരിഖ് ಅದಕ್ಕೆ ಆನ್ಸರ್ ಹಾಕಿರೋದು ನೋಕರು. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين، أما بعد. ويقول الله سبحانه وتعالى: يا أيها الذين آمنوا إذا جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. मेरे प्यारे मुसलमान भाइयों, चंद दिनों से मैंगलोर में मौजूद अल-हुदा और दारुल ईमान इन दो स्कूलों के ताल्लुक से, इन दो मदरसों के ताल्लुक से बेबुनियाद बातें फैलाई जा रही हैं, बेबुनियाद बातें फैलाई जा रही हैं और ये सिलसिला मुसलसल जारी है. കേട്ടാറല്ലേ? ബേബുനിയാദി ബാത്തെ ഫേലായി ജാ റഹി ഹെ ചൊന്തു ഷേഖെ ಅದಕ್ಕೆ ಆನ್ಸರ್ ಹಾಕಿತ್ತು ಅವಳಿಗೆ ಅದು ನಿಂದಿತ್ತು. ನಂಗ ಅದಕ್ಕೂ എന്താക്കോ പോയിട്ടില്ല, ആൻസർ ആക്കോ പോയിട്ടില്ല. ഞങ്ങൾ കേസരങ്ങളുടെ കേട്ട നിങ്ങൾ ആൾമാർ ഇങ്ങനെ പ്രചാരാക്കി ഉള്ളാറ്. അപ്പം അങ്ങ് ചൊന്നെന്തിര് അത് ഞങ്ങൾ ഒഫീഷ്യൽ അല്ല, അത് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ആൾമാർ എന്തോ അല്ല ചൊന്ത അങ്ങ് എന്താക്കിയാർ അതിരെ അല്ല സല്ലാക്കിയാർ. പിന്നെ ഷെയ്ഖർ നടുൽ തെച്ചപ്പ ആ ഷെയ്ഖർ നടുಲು ഇങ്ങനെ ആൾമാർ പ്രചാരാക്കിയതല്ല വിഷയ ചൊന്നപ്പ ലാസ്റ്റിಗೆ അങ്ങ് ചൊന്നാറ് ഇതുക്കും ഞങ്ങൾക്കും ഒരു ബന്ധില്ല ചൊന്തു ഒരു ഓഡിയോ അതും ലാസ്റ്റിಗೆ കടത്തിയാർ. എങ്ങനെ ആക്ച്വലി ഇങ്ങനെ ആൾമാരെ ഈ ആർട്ടിക്കലെല്ലാം പ്രചാരം ആകുമ്പോഴത്തേക്ക് എന്താക്കു നിಂತು ഫസ്റ്റിಗೆ ചൊല്ലു നിಂತು അങ്ങനെ ആക്കു തീര അത് സമല്ല ആയെങ്കും അത് ഷെയ്ഖ് ചൊന്നേൽ പിന്നെ ഇട്ടിക്കറിങ് എന്താക്കര് ഒരു ഓഡിയോ കടത്തിരി ഇതുക്കും ഞങ്ങൾക്ക് ഒരു ബന്ധില്ല. അപ്പൊ ഇങ്ങനെ ഫിത്രം ഫസാദ് ಯಾರಾಯುಂಟು ಇಂತು ಅದಕ್ಕೆಂದು ನಂಗೆ എന്താക്കോ പോയിട്ടില്ല, ആൻസർ ആക്കോ പോയിട്ടില്ല. ഇനി അഞ്ചാമത്തേത് ഇങ്ങലമേ ദായി ആയിട്ടുള്ളേ ഉമർ ഫാറൂഖ് മദനി അയാൾ തർബിയത്തുള്ള വിഷയത്തിൽ ദൂരത്ത് നോക്കൂ. ഒരു കരപത്രം ഒരു ഏതെങ്കിലും നമ്മളുടേതായോ എന്തൊരു മത്തുവിയ ഏതെങ്കിലും ഒരു ഫോൾഡർ ആക്കിയിട്ട് നിങ്ങൾ ആൾമാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ആക്കിയറ എന്തോ ആക്കിയിട്ടില്ല. ബദൽക്ക് നിങ്ങൾ എന്താക്കിയിട്ടുള്ളേ നിങ്ങളെ ദുറൂസു ദൗറ എന്ന രൂപത്തിൽ നിങ്ങൾ പള്ളിക്ക് വിളിച്ചോണ്ടല്ലേ. അത് ഒരു നമ്മളുണ്ടല്ലേ സൂഫിയത്ത് രൂപത്തിലും തബ്ലീഗ് ജമാഅത്തിന്റെ രൂപത്തിലും അങ്ങാക്കിയതിന്റെ വേറെ രൂപത്തിലല്ലേ നിങ്ങൾ ആക്കിയിട്ടുള്ളേ.
നിങ്ങൾ 10 മന്ത് ഗ്രൗണ്ട് ലെവലിൽ ഞാൻ അതേ ചൊല്ല ഗ്രൗണ്ട് ലെവലിൽ നിങ്ങൾ സൊറാക്കിയാ ഗ്രൗണ്ട് ലെവലിൽ അപ്പൊ നോക്കിയാറല്ലേ ഞങ്ങള് ദുറൂസു പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ നടത്തിരുന്നേ ഇയാള് തമാസാക്കിയിട്ട് അതൊരു സൂഫിമാരുടെ ഒരു സ്വഭാവം ഉണ്ടല്ല ചൊന്തല്ല അയാൾ അങ്ങനെ ചൊല്ലത് ഞങ്ങൾക്ക് കാണാൻ സാധ്യത. അത് ഈ പള്ളിയിൽ ദർശെടുക്കരുത് സൂഫിമാരുടെ സ്വഭാവമായിട്ട് ഏത് അടിസ്ഥാനത്തിൽ ഇയാൾ ചൊന്നത് അള്ളാഹു ആലം. അങ്ങനെ ഉണ്ടായെങ്കിൽ അറബി ഇവിടെ ഞങ്ങളെ ഗൾഫ് കൺട്രിയിൽ അറബി രംഗത്തിൽ എത്ര വലിയ ആലിമാർ അങ്ങെല്ലാവരും എന്താക്കിയോല്ലേ പള്ളിയിൽ വെച്ചിട്ട് ക്ലാസ് എടുത്തോല്ലേ. അപ്പൊ ഇത് ഏതൊരു അടിസ്ഥാനത്തിൽ ചൊന്നരെ ചൊല്ലത് അയാളിಗೆ പിടി ಅದಕ್ಕೂ ನಂಗೆ എന്താക്കോ പോയിട്ടില്ല ആൻസർ ആക്കോ പോയിട്ടില്ല. ഇനി അത് മാത്രമല്ല യാസിർ അലി കമ്മി ചൊന്തല്ലേ ഞങ്ങും അഹ്ലെ ഹദീസ് രംഗം എതിരെ സുൽഹാക്കോ പോയിട്ട് അതിരെ ಅಂತ್ಯ ಕಾಣು പോകുമ്പത്തേക്ക് തിക്കറ് ഇയാള് ಬಂತಲ್ಲ ഫിത്നാക്കി ഇയാള് ಬಂತಲ್ಲ ಒಡಿക്കೋ പോയി. അപ്പൊ ഉമർ ഫാറൂഖ് മദനി എപ്പ ഇത് പൽക്ക പറഞ്ഞിരി ഇതേ സുൽഹു നടക്കുന്ന നടുലേ അല്ലേ ഉമർ ഫാറൂഖ് മദനി പൽക്ക പറഞ്ഞിരി. അപ്പൊ നിങ്ങൾ ആൾമാർ പൽക്കറി മുത്തുകു സുൽഹുരെ ನೆನಪಾವಲ್ಲೇ ഞങ്ങ പൽക്കറി മുത്തുക സുൽഹു ಹಾಕೋ പോയിന്റെ ಒಡಿക്കೋ ಬಂದ್ರಿ എന്തൊരു അവസ്ഥ. അപ്പൊ ഇതേ ടിക്കറി ഇതുക്കും ഞങ്ങൾ എന്താക്കോ പോയിട്ടില്ല ആൻസർ ആക്കോ പോയിട്ടില്ല. പിന്നും ആറാമത്തെ നിങ്ങൾ നോക്കൂ അദ്ദഅവത്തു ഇല തൗഹീദ് ചൊല്ലറേ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ എല്ലാവരും ഉള്ളാറ് SKS അമറങ് ഉള്ളാറ് കേസരങ് ഉള്ളാറ് അഹ്ലെ ഹദീസ് രംഗ് ഉള്ളാറ് തർബിയത്തങ് എല്ലാവരും ഉള്ളാറ്. കാലി തർബിയത്തങ്ങളെ മാത്രം ഫോക്കസ് ആക്കിയിട്ട് അതേപോലെ ഹുദത്തങ്ങളെ മാത്രം ഫോക്കസ് ആക്കിയിട്ട് എത്ര ആർട്ടിക്കൽ എത്ര വോയിസ് കാലി അങ്ങനെ മാത്രം ഫോക്കസ് ആക്കിയിട്ട് എത്തിക്കറ് ദൂരിട്ട് എത്തിക്കറ് പൽക്ക പറഞ്ഞോ ഇന്ന് അങ്ങനെ ലാസ്റ്റ് നക്ക് അത് സതിക്കുക വേണ്ടി ആ ഗ്രൂപ്പിൽ ലെഫ്റ്റ് ആയനാണ്. ഒരു സലഫി ചൊന്ത അറിയപ്പെടുന്ന ആൾമാരുടെ ബായിൽ ഇങ്ങനത്തെതല്ല ബണ്ടത് നക്ക് ആലോചന ആക്കുക പോലും ആയിട്ടില്ല. നോക്കറ അದ್ರ ഒരു ಸ್ಯಾಂಪಲ್ നിങ്ങൾ നോക്കൂ അങ്ങ് ಎಲ್ದಿ വെച്ചെതിരെ ഒരു ಸ್ಯಾಂಪಲ್ നോക്കൂതാ. ಶಾಪ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಸಮರ್ಥಿಸಲು ಪ್ರಯತ್ನಿಸುತ್ತಿರುವ ನಿಯಾಫ್ ಬಿನ್ ಖಾಲಿದ್ಗೆ ದಿಟ್ಟ ಉತ್ತರ ನೀಡಿದ ಅಬ್ದುರೌಫ್ ನದ್ವಿ ಅದನ್ನು ಸಮರ್ಥಿಸಲು ಪ್ರಯತ್ನಿಸುತ್ತಿರುವ തർബിയാದ സംഘികൾ ചൊല്ലുക ഒരു മടിമില്ലാണ്ടെ ഒരു നാണക്കേടുമില്ലാണ്ടെ ഒരു ചങ്കുമില്ലാണ്ടെ അത്രമാത്രം തരത്താന്നു പോണ്ട ഒരു അവസ്ഥയിട്ടിക്കർ കാണാൻ സാധ്യമായി. നഅൂദുബില്ല ഒരു തൗഹീദിന്റെ കൂട്ടായ്മയുടെ വിഷയത്തിലിട്ടിക്കർ സംഘികളോട്ട് ചൊല്ലറേ. അബൂനൂഹ് ചൊന്നെങ്കാറ് കേസര സക്രിയമായിട്ട് പ്രവർത്തിച്ചില്ല ഒരാള് കേസിന് വേണ്ടി വാദിക്കരെ കേസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കരെ കേസിന് വേണ്ടിയിട്ട് ലേഖനം എഴുതുന്ന ഒരാൾ ഇയാളുടെ ലേഖനത്തുകാവട്ടു ഇയാളുടെ ബാഗ് കടിവാണ ഇടുക പോലും സാധ്യമില്ലാത്ത ഒരവസ്ഥയിട്ടിക്കറ് കേസിന് സംഭവിച്ചത്. അത്രമാത്രം തരം താന്നു പോണ്ട ഒരവസ്ഥയല്ലേ. ಹಾಗೆ ಇದಕ್ಕೂ പോലും ഞങ്ങൾ എന്താക്കില്ല ഒരു ആൻസർ ആക്കുക അല്ലെങ്കിൽ ಅದಕ್ಕೆ ഒരു ജവാബ് കൊടുക്കുക പരസ്യമായിട്ട് ഒരു ആൻസർ ആക്കുക ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ ചൊല്ലുറെന്തേ ഞങ്ങൾ ഇത്തിക്കറ് സ്റ്റാർട്ട് ആക്കിരേ. അങ്ങനെ പലരംത്തിലും പല ರೀತಿലും ഇങ്ങെന്താക്കിയാറ് ഉപദ്രാക്കു സ്റ്റാർട്ട് ആക്കിയാറ്. ನನ್ನ ದಾವಾ ಸೆಂಟರ್ ಕ್ಲಾಸ್ ಸ್ಟಾಪ್ ಆಗ್ಬಾಟ್ಯಾರ ದಮಾಮುಲ್ നടന്നു ഇന്ന് ക്ലാസ്സിനെ സ്റ്റോപ്പ് ആക്കിബാട്ടിയാർ. പല ರೀತಿലും ഇങ്ങ ഞങ്ങളെ ഉപദ്രാക്കു സ്റ്റാർട്ട് ആക്കിയാർ. അപ്പൊ ಅದಕ್ಕೆ ഒരു ഡിഫെൻഡ് ചൊല്ല രൂപത്തിൽ ಅದಕ್ಕೆ ഒരു പ്രതിക്രിയ ചൊല്ല രൂപത്തിൽ ഇട്ടിക്കറ് ನಾನು ರಾಯತ್ತಿಗೆ പോയപ്പ ആറ് ഫോഴ്സും ഇല്ലാണ്ടെ ആറ് നേതൃത്വത്തിലും അല്ലാണ്ടെ നന്റെ സ്വന്ത തീരുമാന പ്രಕಾರ ഇട്ടിക്കറ് ആ കേസിനെ പേരെടുത്ത് ചൊല്ലുകൊള്ളേ കാരണായി ചൊല്ലത് മനസ്സിലാക്കുന്നു സഹോദരന്മാർ. നോക്കൂ ഒരു കേസ് ഒരു പേരെടുത്ത് ചൊന്നെങ്കിൽ എന്തിനെ സംഭവിക്കറ് ചൊന്തു ഇങ്ക് നാല് പേരെടുത്ത് ചൊന്നപ്പ ഇട്ടിക്കറ് ഇങ്ക് പിടിയാവടി ഇങ്ങിത്തരല്ല ഉദത്തെ പേരാവട്ടു തർബിയത്തെ പേരാവട്ടു അതേപോലെ ബാക്കി ഞങ്ങളെ പേരെടുത്ത് ചൊല്ലുമ്പോ ഇങ്ക് ഒരു പ്രോബ്ലം ആയിട്ടില്ല. ഞങ്ങൾ ഒരു പേരെടുത്ത് ചൊന്നപ്പ ഇങ്ങനെ ഫൗണ്ടേഷന് എൽഗിത്ത് നന്റെ ഒരു 10 മിനിറ്റ് പൽക്കത്ത് കയറ്റിക്കറി യാസിർ അൽ ഹിക്കമി ഒരു ഗಂಟೆ സ്പീച്ച് ആക്കറി. അപ്പൊ കൊല്ലൂരോടിಗೆ കൊണ്ടു ചൊല്ലത് മനസ്സിലായിട്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പേരെടുത്ത് ചൊന്നെങ്കിൽ എത്രമാത്ര ഉപദ്രാവടു എത്രമാത്ര സമൂഹത്തിൽ ഉപദ്ര സംഭവിക്കറ് ചൊല്ലത് പിടിയായിട്ടല്ലേ. അപ്പൊ ഇതൊരു ഡിഫെൻഡ് ചൊല്ല രൂപത്തിലിട്ടിക്കറ് നാ പേരെടുത്ത് ചൊന്നേ അല്ലാണ്ട് ഞങ്ങൾ ഇതൊരു സ്റ്റാർട്ട് ആക്കി വെച്ചതല്ല. ഞങ്ങൾ ഇതൊരു ഫിത്തന നാനൊരു ഫിത്തന ഉണ്ടാക്കിയതല്ല ചൊല്ലത് ഇട്ടിക്കറ്. ഒന്നാമത്തേത് ആമുഖമായിട്ട് ഇതിൽ നക്ക് ചൊല്ലുകൊള്ളി. ഇനി യാസിർ അൽ ഹിക്കമി നന്റെ വിഷയത്തിൽ കലവ് പ്രചാരാക്കിയതും നന്റെ വിഷയത്തിൽ ആരോപണ ഇട്ടത് പ്രതിക്രിയ ആക്കുക ഇട്ടിക്കറ് നാ ഉദ്ദേശിക്കറ്. യാസിർ അൽ ഹിക്കമി ഫസ്റ്റ് ചൊല്ലുറെന്തേ കേസിರಂಗಂ ಅಹ್ಲೆ ಹದೀಸ್ ರಂಗ ಒಟ್ಟಿಗೆ ಹೋಗ್ಬೋತುಗು ಆ ಒಟ್ಟಿಗೆ ಹೋಗು ತೀರಾ ಚೊಂತು ತರ್ಬಿಯತ್ತಂಗಲೆ ಷಡ್ಯಂತರ ಇಟ್ಟಿಕ್ರಿ ಇದು ಚೊಂತು ನಂಗೆ ಸಂಶಯಿಕ್ಕನಾಯಿಟ್ಟು ಬಂಡು ಫಸ್ಟ್ ಚೊಲ್ಲೆಂದ್ರೆ
സംശയിക്കുവാനായിട്ട് പണ്ട്. അതൊന്ന് കേൾക്കൂ. ഈ തർബിയ ടീം, ആ ടീമിലുള്ളതായ ഷിഹാബുദ്ദീൻ സ്വലാഹി ഇത് നടക്കുക തീരാച്ചുള്ളതായ ഉദ്ദേശം കൊണ്ട് തൈത്തിക്കര് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഇല്ലാത്ത ആരോപങ്ങളിലും ചെന്നെത്തു. ഇങ്ങനെ ഒരു ഒగ్గട്ടാവുക തീരാച്ചുള്ള ഉദ്ദേശത്തിലെത്തിക്കര് ഇങ്ങനത്തെ ഒരു ക്ലാസ് ആക്കിയെ ചെന്നെത്തു സംശയിക്കുക പണ്ട്. അപ്പൊ കേട്ടറല്ലേ, സംശയിക്കുവാനായിട്ട് പണ്ട്. പിന്നെ ഈ സംശയത്തെ പേരിലെത്തിക്കു ഒരു ഗಂಟೆ സ്പീച്ച് ആക്രിയാല് ആലോചനാക്കിനോ. ഒരു സംശയത്തെ പേരിൽ ഇടീ ഒരു ഗಂಟೆ അയാൾ എന്താക്കര് സ്പീച്ച് ആക്കര്. ഒരാൾക്ക് സംശയം വന്നെങ്കിൽ എന്തിനാക്കണം ഖുർആൻ എന്തിനാ ചൊന്നേ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസിമാരെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ഒരു ഫാസിഖായ ആള് എന്തേ ഒരു വാർത്ത കൊമന്ന് തന്നിട്ടായെങ്കിൽ നിങ്ങതിന് വ്യക്തമാക്കൊരു, നിങ്ങതിന് ക്ലിയർ ആക്കൊരു, ഒക്കെ അല്ലേ ചൊന്തു നിങ്ങൾ അറിയോರು. യാസിർ അലി കമ്മി നന്നൊട്ടിಗೆ നന്റെ ഗുർത്തുണ്ടല്ലേ, നിങ്ങൾക്ക് നന്റെ നമ്പർ നിങ്ങളെ കയ്യിൽ ഉണ്ടല്ലേ, നക്കൊരു മെസ്സേജ് ആക്കിരെങ്കും മയ്യാവത്ത്. ഇത് നിങ്ങൾ ചൊന്നരമാ, നിങ്ങളെ തീരുമാനമാ, അല്ല തർബിയത്തെ ഷഡ്യന്തരമാ, നക്കൊരു മെസ്സേജ് ആക്കിയ മയ്യാവത്ത്. നാ ചൊല്ലാത്ത അത് നന്റെ തീരുമാനം എത്തിക്കറ്, തർബിയത്തെ ഷഡ്യന്തര അല്ല. ഇങ്ക് തർബിയത്തെ എന്തേ ഒന്ന് ചൊന്നു കാട്ടണം, എന്തേ ഒന്ന് ആക്കി കാട്ടണം, അതല്ലാണ്ട് ಬೇರೆಂದೂ ಅಲ್ಲ. ಅಪ್ಪ ಅದಕ್ಕೆ ಇಟ್ಟಿಕ್ಕರು ನನ್ನೊಟ್ಟಿಗೆ ಡೈರೆಕ್ಟ್ ಪಲ್ಕ ಬರೆಯಾಂಟೆ ಇದು ತರ್ಬಿಯತ್ ಷಡ್ಯಂತರ ಇಟ್ಟಿಕ್ಕರು, അങ്ങനെ ഇട്ടിക്കರು ഇങ്ങനെ ഇട്ടിക്കರು ಅಂತಲ್ಲ ചൊല്ലി. ഇങ്ക് ഒട്രാസി തർബിയത്തെ എന്തേ ഒന്ന് ചൊന്നോണ്ടിക്കും അതേ ഇട്ടിക്കರು ഇങ്ങനെ അവസ്ഥ. പണ്ടൊರ್ತക്ക് പൈരെ വിഷയ മാത്ര ഗൊಂತಿನ್ನೆ പൽക്കറിയോ. അപ്പൊ അവനൊട്ടിಗೆ നീ ഒരു സ്പീച്ച് ആക്കി ചൊന്ന് ചൊല്ലുമ്പോഴത്തേക്കും അവൻ പൈരെ വിഷയ ചൊന്ന. പൈ നക്ക് പാൽ തണ്ട് പൈ ചൊന്നത് അത് 4 ಕಾಲರ ಜೀವಿ. ಅಪ್ಪ ಅವನೋട് ചൊന്നാൽ ನೀನು ಪೈರೆ ವಿಷಯ ಬಿಡು, ನೀನು ಸ್ಟ್ರೀಟ್ ಕಂಬത്തെ ವಿಷಯ ಪಲ್ಕರಿ. ಅಪ್ಪ ಸ್ಟ್ರೀಟ್ ಕಂಬ ಚೊಂದಿಂಗ ಅದರ ಕಂಬ ಇತ್ತಿಕ್ಕರು, ಆದರೆ ನಂಗೆ ಪೈ ಕೆಟ್ಟ ಆ ಪೈ ಚೊಂದಿಂಗ ಆ 4 ಕಾಲುಳ್ಳ ಜೀವಿ ಅದು ನಂಗೆ ಪಾಲ್ ತಂದ. ಅಪ್ಪ ಅವನೋട് ಚೊಂದು ನೀ ಮುಂಡದಿ ಕಾರ್ ವಿಷಯ ಪಲ್ಕರಿ. അപ്പൊ കാറ് ചൊന്ന 4 ടയർ ഉള്ള കാർ, അതിൽ നമുക്ക് പൈ കെട്ട പൈ ചൊന്ന പാൽ ഇത് അവന് പൈരെ വിഷയം മാത്രം. അതേപോലെ തർബിയത്തെ വിഷയത്തിൽ എന്തെല്ല ചൊല്ലുക, അവിടെ എന്തൊരു വിഷയം കിട്ടിയ ലാസ്റ്റ് ಬಂತ എത്രയോടെങ്കിൽ തർബിയത്ത് ഇത് ഇട്ടിക്കറിങ്ങള അവസ്ഥ. അപ്പൊ ഇയാൾക്ക് ഫസ്റ്റ് സംശയ ചൊന്തു, പിന്നെ അത് മെല്ലെ മെല്ലെ ഗ്യാരണ്ടി ആക്കി ചൊല്ലത് ഇട്ടിക്കറി കാണാൻ സാധ്യവ. നോക്കൂ നിങ്ങൾ, ഈ തർബിയ ടീമു ഊടെ ഇപ്പം നടക്കുന്ന സുലുഹു അല്ലെങ്കിൽ ഈ ഊടെ നടക്കുന്ന ഒമ്മത്തെ ഐക്യത്തെ ഒగ్గട്ടെ ശ്രമ ഒടിക്കുക വേണ്ടത്തുള്ളേ ಷಡ್ಯಂತ್ರ ಮಾತ್ರ ಎತ್ತಿಕ್ಕಿರು. ಅದು ತಿರಿಚರ್ನೆಂಗಿ ಎಲ್ಲಾರ್ಗೂ ನೆಲ್ಲೆ ಚೊಂತು ಮಾತ್ರ ಇಪ್ಪ ನೆನಪು ಎಂದ್ರೆ ಎತ್ತಿಕ್ಕಿರು. ಅದ್ರಲ್ಲದು ಈ ಒಗ್ಗಟ್ಟು ಆವ್ರದು ನಿಂಕುം ನಿಂക്ക് നേതൃത്വ തൻ്റെ വിഭാഗത്തും അത്തര ദഹിക്കില്ല എന്ന് കാണിക്കൂ. ആയെങ്കിൽ നിങ്ങാക്കിയുള്ള സ്വറ ഒട്ടിക്ക് ആവുന്നതിരെ വിക്കറ്റുണ്ടാക്കരുത്, ഭിന്നിപ്പുണ്ടാക്കരുത്. നിങ്ങളെ തർബിയ ടീമിനോ സ്വറ ഇപ്പം ആക്കിയ കൊണ്ട് തെറ്റിക്കരുത്. ഞങ്ങൾ വ്യക്തമായി ചൊന്നത് ഇത് തർബിയ വിഭാഗത്തെ ഷഡ്യന്ത്ര എത്തിക്കരുത്, ഇതിനെ ഒടിക്കണു ചൊന്നത്. അതുകൊണ്ട് തെറ്റിക്കരാങ്ങ ഈ രീതിയിൽ പ്രവർത്തിച്ചോണ്ടുള്ളത്. അപ്പൊ നോക്കിയാറല്ലേ, ഫസ്റ്റ് അത് സംശയിക്കാനായിട്ട് ബണ്ട് ചൊന്തു, പിന്നെ അയാൾ അത് ഗ്യാരണ്ടി ആക്കി തെറ്റിക്കര് ചൊല്ലു. പിന്നെ ഇയാളുടെ പൽക്കത്തിൽ ഇയാൾ ചൊന്നെന്തരെ ഇത് ഏത് സന്ദർഭ നോക്കു നിಂತು അഹ്ലെ ഹദീസ്റങ്ങൾട്ടിಗೆ സുലുഹാവുക്ക് പോണ്ട സന്ദർഭത്തിൽ ഇട്ടിക്കര് ഇങ്ങ വടിക്കുക വന്നരേ. നിങ്ങളെ സുലുഹുര അവസ്ഥ എന്തിനെ ചൊന്ന് നങ്ക് പിടിയുണ്ട്. നിങ്ങളെ സുലുഹു ഇപ്പല്ല, 4-5 വർഷத்துக்கு മുതലേ സ്റ്റാർട്ട് ചെയ്യും. സുലുഹു ഒരു ഭാഗത്തിൽ സുലുഹു ചൊല്ലുമ്പോൾ പിന്നൊരു ഭാഗത്തിൽ ഫിത്നാക്കിയൂല്ലേ. ನಾ ಕಾಟಿಯಲ್ಲಿ ಇತ್ತರಲ್ಲ ಕ್ಲಿಪ್ಪುം ಇತ್ತರಲ್ಲ ಆರ್ಟಿಕಲು. ಅಪ್ಪ ಇದೆಲ್ಲ ಹಾಕುಮೊತ್ತಿಗೂ ನಿಂಕು ಸುಲುಹುರೆ ನೆನಪಿಲ್ಲೆ, ಇದೆಲ್ಲ ಹಾಕುಮೊತ್ತಿಗೂ ಸುಲುಹುರೆ ವಿಷയമೇ ಇಲ್ಲ. ನಂಗ ಒಂದು ಪಲ್ಕರ್ಜಪ್ಪ ಅದ ಸಂದರ್ಭ ನೋಕಿಟ್ಲ, ಇದೇದು ಸಂದರ್ಭ ಸುಲುಹುರೆ ಸಂದರ್ಭ ಇಟ್ಟಿಕ್ರು, ಅದರ ಅಂತ್ಯ ಕಾಣುമ്പോഴത്തേക്ക് വടിക്കിരേ. അപ്പൊ ഇതേറ്റിക്കിற അവസ്ഥ. ഇനി ഏതായെങ്കിലും ഞങ്ങൾ വിഷയത്തേക്ക് പറയും. ഇയാള് ഒന്നാമത്തേത് നന്റെ പേരിൽ കലവ് ചൊന്നത് നിങ്ങൾ കേൾക്കൂ. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു ചൊന്നതു ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ற അല്ലാഹുരെ ഹബ്ലിൽ നിങ്ങൾ ഗട്ടിയായിട്ട് പിടിക്കോറു, നിങ്ങൾ ಬೇರೆ ആയിട്ട് പോവണ്ട. അപ്പൊ അയാൾ ചൊല്റേ ഹബ്ലി ചൊന്നെങ്കിൽ കേസരങ്ങളെ വാദ അല്ലെങ്കിൽ കേസരങ്ങളെ മനസ്സിലുള്ളത് അങ്ങനെ ചൊല്ലില്ല ആയെങ്കും അങ്ങനെ മനസ്സിലുള്ളത് ഹബലുള്ള ചൊന്നെങ്കിൽ അത് വിസ്ഡമറൊട്ടിಗೆ നിൽക്കണു, കേസരൊട്ടിಗೆ നിൽക്കണു ചൊന്നതൈത്തിക്ക അയാൾ ചൊല്ലട്ട്. കേസരങ്ങളെ വാദ അല്ലെങ്കിൽ കേസരങ്ങളെ മനസ്സിൽ അങ്ങനെ ഉണ്ടു ചൊന്തു നാ ചൊന്ന എന്താക്കരെ നന്റെ ക്ലിപ്പിട്ട് കാട്ടറെ. കേസരങ്ങൾക്ക് അങ്ങനെ ഒരു വാദ ഉണ്ട് ചൊന്ത അല്ലെങ്കിൽ കേസരങ്ങളെ മനസ്സിൽ അങ്ങനെ ഉണ്ട് ചൊന്ത നാ ചൊന്തേ ഇല്ല.
ನಾ ಚೊಂತೆ ಇಲ್ಲ ಯಾಸಿರಲ್ಲಿ ಕಮ್ಮಿ അങ്ങനത്തെ ഒരു പൽക്ക ನನ್ನ ಬಾಯಲ್ಲಿ ಬಂತೇ ಇಲ್ಲ. ನಾ ചൊന്നെದ್ರೆ കേസ് അങ്ങനെ കാണുമ്പോ അങ്ങനെ കാണ്ട് അങ്ങനെ അവസ്ഥ കാണുമ്പോ അങ്ങനെ കാണ്ട് ചൊന്നെതിരെ അത് അങ്ങനെ വാദ അങ്ങനെ മനസ്സിൽ അങ്ങനെ ഉണ്ടുണ്ടാക്കിയിട്ട് തിക്കറ് ഇയാള് അതിരെ ഒരു അവതീർണാക്കരുത് നമുക്ക് കാണാൻ സാധ്യത. അയാളിട്ടൊരു ക്ലിപ്പിലേ ഉണ്ടത് കേസർ ആ അവസ്ഥ കാണുമ്പോ അങ്ങനെ കാണ്ട് ചൊന്നെതിരെ കേസങ്ങൾ വാദ അത് കേസർക്ക് അങ്ങനെ മനസ്സിലുണ്ടു ചൊന്നെ നാ ചൊന്നെ എന്തൊരു കലവല്ലേ ഇത്. ബാക്കി കേക്കോ അയാൾ ചൊല്ലട്ട് ಒಟ್ಟಿಗೆ ಅವರು ನಿಂಗ ಬೇರೆ ಬೇರೆ ಆವಂಡ ಅಂತ ಐತಿಕ್ರಲ್ಲ ಚಂದ್ರಿ ಇಂಡು ಕೊರೆಯಾಲ್ ಮಾರ್ರೆ ಅವಸ್ಥೆ ಕಾಣಬತ್ತುಗು ಬಿಯರ್ಕೋನು ಈ ಆಯತ್ತು ವಿಸ್ಡಮ್ ಆവുಗು ಚೊಲ್ರೆ അല്ലെങ്കിൽ കേസ് അങ്ങ വാതസിമു ബിഹബ്ലില്ല ചൊന്നെങ്കി അത് കേസരെ പിടിക്കുന്നു ಅಂತ ಐತಿಕ್ರಿ ಇಂದ അങ്ങനെ ಕೊರೆ അങ്ങ ചൊല്ലില്ല ಮಾತ್ರ അങ്ങനെ അവസ്ഥ കാണുമ്പತ್ತುಗು നമുക്ക് കാണ്ടി അത് ಐತಿಕ್ರಿ ക്ലിപ്പ് കാട്ടിത്തെ ടിക്രി ഇയാൾ കലവ് ചൊല്റി എന്തൊരു അവസ്ഥ. ക്ലിപ്പ് കാട്ടിത്തെ ടിക്രി ഇയാൾ കലവ് ചൊല്റി കേസരങ്ങളെ അവസ്ഥ കാണുമ്പത്തും അങ്ങനെ കാണ്ടു ചൊന്നെതിരെ കേസരങ്ങളെ വാദാണ്ട് ചൊന്ന കേസരങ്ങളെ മനസ്സിലങ്ങനെ ഉണ്ടുണ്ടു ചൊന്ന നിങ്ങൾ നന്നൊട്ടിಗೆ ഒരു പൽക കേട്ടാറല്ലേ അതേ പൽക ഇത്തിക്കറ് നക്ക് റിട്ടേൺ നിങ്ങളുടെ കേട്ടു കേൾക്കുള്ളി എന്ത് കൈത്തിക്കറി കളവ് നിങ്ങ ചൊല്ലത് എന്ത് കൈത്തിക്കറി കളവ് നിങ്ങ ചൊല്ലത് എന്ത് കൈത്തിക്കറി കളവ് നിങ്ങ ചൊല്ലത്. പിന്നെ ಅದರ അടിസ്ഥാനത്തിൽ നന്നൊട്ടിಗೆ ക്വസ്റ്റ്യൻ നാ ചൊല്ലാത്ത ഒരു വിഷയത്തെ നാ ചൊന്നര ചൊന്താക്കിട്ട് പിന്നെ ಅದರ അടിസ്ഥാനത്തിൽ നന്നൊട്ടിಗೆ ഒരു ക്വസ്റ്റ്യൻ കേൾക്കൂ. ആരായിത്തിക്കറ് അള്ളാഹുറെ ഹബില് ചൊന്നെങ്കിൽ അത് കേസ് അല്ലെങ്കിൽ വിസ്ഡമും ചൊന്നത്തുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങളൊട്ടിಗೆ ഉള്ളേ ഒന്നാമത്തെ പ്രശ്നം ഇതെത്തിക്കറ്. അപ്പൊ നോക്കിയാറല്ലേ ಇದಕ್ಕೆಲ್ಲ ನಾನು ಎಂದ್ರೆ ಚೊಲ್ಲಟ್ಟು ಅದಕ್ಕೆ ನಾನು ಈ ವಿಡಿಯೋದ ಸ್ಟಾರ್ಟಿಂಗಲ್ಲಿ ಚೊಂದ್ರೆ ಇಯಾಳಿಗೆ ಆನ್ಸರ್ ಕೊಡೋಕೆ ಅರ್ಹಪಡಾತ ಒರಾಲೆ ಟಿಕ್ರಿ ಇಯಾಳು ഒരു അർഹത ഇല്ലാത്തവരല്ല. ഞാൻ ചൊല്ലാത്തതിന് ചൊന്നേട്ട് ആക്കിയിട്ട് പിന്നെ നന്നോട് കേൾക്കുന്ന ക്വസ്റ്റനെ ടിക്രി ഇത് പിന്നെ ഇയാൾക്ക് പിടിയിട്ട് ഞാനങ്ങനെ ചൊന്തില്ല അങ്ങനെ ഞാനങ്ങനെ ചൊന്തില്ല ചൊന്ത് വിഷയത്തെ ഓർത്തിരിക്കാൻ നോക്കൂ. നിങ്ങളൊട്ടിಗೆ ഉള്ളേ ഒന്നാമത്തെ പ്രശ്നം ഇതെത്തിക്കറ്. ഈ ഹബിലുള്ള ചൊന്നെങ്കിൽ വിസ്ഡമാ കേസ് ചൊന്നത്തു ഞങ്ങാരും ചൊന്നത്തില്ല ಅಂತ നിങ്ങൾ ചൊന്നാറല്ലേ. ഈ ഹബിലുള്ള ചൊന്നെങ്കിൽ വിസ്ഡമാ കേസ് ചൊന്നത്തു ഞങ്ങാരും ചൊന്നത്തില്ല ಅಂತ നിങ്ങൾ ചൊന്നാറല്ലേ. ഏതായെങ്കിലും വിക്കട്ടെ. അപ്പോൾ ഇവിടെ ഉള്ള വിഷയം ഇപ്പം നിങ്ങളെ പേരെടുത്ത് ചെന്നതായി കേരളത്തെ ചില ആൾമാരുള്ളാർ. അപ്പം ഇയാളെ ആൻസർ ചൊന്തു പിന്നെ ഏതായെങ്കിലും ഇക്കട്ട് ചൊന്തു വേറെ വിഷയത്തേക്ക് പോണ്ടു. ഇയാൾ എന്തിക്ക് ಬಂದ್ರಿ ഇയാൾ നക്ക് നന്നോട് ക്വസ്റ്റ്യൻ കേൾക്കോ ಬಂದಿರಮ್ಮ അല്ല നക്ക് ആൻസർ ആക്കോ ಬಂದಿರಮ್ಮ അതല്ല ഇയാളെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് ഇയാളെ ആൻസർ ആക്കോ ಬಂದ್ರಿ എന്തിക്ക് ಬಂದ್ರೆ ನಂಗೆ ಗೊತ್ತಿಲ್ಲ. അപ്പം ഇതേത്തിക്കറി ഇയാളെ ഫസ്റ്റ് 5 മിനിറ്റ് അവസ്ഥ ഇട്ടിക്കറ് നാണ് നിങ്ങൾക്ക് എതിർല് കാട്ടി. ഇനി ഇയാള് ഞാൻ കേൾക്കാത്ത ഒരു ക്വസ്റ്റ്യൻ റേ നാ കേട്ടാ ചൊന്ത ആക്കിത്ത് ಅದಕ್కొരു ആൻസർ എങ്ങനെ ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻ കേട്ടിട്ടേ ഇല്ല ആ കേൾക്കാത്ത ക്വസ്റ്റ്യൻ റേ ഞാൻ അങ്ങനെ കേട്ടാണ്ട് ആക്കിയിട്ട് ಅದಕ್ಕೆ അയാളുടെ ഒരു ആൻസർ കേട്ട് നോക്കൂ. തർബിയ ക്ലാസ്സിലും അതേപോലെ മുന്നാണ്ട് ബെല്യാസരണ്ട് നടന്നതായ അഹ്ലെ ഹദീസ് സെന്ററിന്റെ ക്ലാസ്സിലും ചൊന്ന വിഷയ എന്തിനെ ചൊന്നെങ്കിൽ കേസ് ആക്ര മുന്നോലെ ഇവിടെ അഹ്ലെ ഹദീസിന്ത് പിന്നെ എന്ത് കൈത്തിക്കറ് കേസ് ആക്കിയത് ചൊന്ന രൂപത്തിലും അതേപോലെ ആക്ര മുന്നോലെ ആലിമീങ്ങളെ വിളിച്ചോ വന്നാറ് ചൊന്നത്തെല്ലാം നിങ്ങൾ ചൊല്ലത് കേൾക്കൂ സാധിച്ചത്. അപ്പൊ കേസ് എന്ത് ആക്കിയിട്ട് നാ കേട്ടവള നവതുമില്ല ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. കേസ് എന്ത് ആക്കിയിട്ട് നാ കേട്ടേ കേസ് ആക്രയ്ക്ക് മുതലേ ആലിമീങ്ങളെ വിളിച്ചോ വന്നാറുണ്ട് നാ ചൊന്നേൻ യഥാർത്ഥത്തിൽ നാ ചൊന്നരെന്ദ്രേ ഒന്നാമത്തേത് കേസ് എന്ത് ആക്കിരെ ചൊന്തു ഒരു ക്വസ്റ്റ്യൻ നാ കേട്ടിട്ടേ ഇല്ല. രണ്ടാമത്തേത് കേസ് സംഘടന ആക്കുമ്പൊത്തുಗೂ എത്തിക്കറ് നാ ചൊല്ലറ് കേസ് സംഘടന ആക്കുമ്പൊത്തുಗೂ ചർച്ച ചെയ്തിട്ടുണ്ട് അത് മുതല പെറവ അതെന്തും നാ ചൊല്ലറേ ഇല്ല. കാരണം അത് നന്റെ പോയിന്റേ അല്ല. നന്റെ പോയിന്റ് എന്തേ നിങ്ങ പരസ്പര താവുന ആക്കുರು ചൊന്തു ഒലമാക്കമാർ ചൊന്തു പിന്നെ എന്തായിട്ട് ഞങ്ങൾ താവുന ആക്ര ചൊന്നൽ പിന്നെ എന്ത് അതിൽ നിന്ന് തിരിഞ്ഞു പോയേ ചൊന്ത എത്തിക്കറ് നന്റെ പോയിന്റ്. കേസ് സംഘടന ആലിമീങ്ങ ബന്നൽ പിന്നമ അല്ലെ ബണ്ടേക്ക് മുതല ಅದೆಲ್ಲ ಇಕ್ಕಟ್ಟವಡೆ ಅದೆಲ್ಲ ಸೈಡ್ ಇಕ್ಕಟ್ಟು ಅದೆಲ್ಲ ನನ್ನ ಕ್ವಶನ್. ഇയാളെന്താക്കി ചൊന്നെങ്കിൽ ഇതോ കലവ് ചൊന്ന കേസ് ആക്രിക്ക് മുതലേ ആലിമിങ്ങ ബന്ദ്രേൻ ചൊന്തു അങ്ങനെ കലവ് ചൊന്ന അല്ല കേസ് ആക്കിയിൽ പിന്നെ ഇത്തിക്കർ ആലിമിങ്ങളൊട്ടിಗೆ ನಂಗೆ ಚರ್ಚೆ ತೆಚ್ಚಿನ ಅದೆಲ್ಲ ನನ್ನ ಕ್ವಶನೇ ಅಲ್ಲ ಯಾಸಿರ್ ಅಲಿ ಕಮಿ. ನಾ ಚೊಂದ್ರೆ ಕೇಸ್ ಆಕಿ ಇಕ್ರ ಆಕುಂಬೊತ್ತಿಗೆ ಚರ್ಚೆ നടന്നു ಇಂತು കേസ് നവംബർ 10 2013 നവംബർ 10 രൂപീകരണം ആയെങ്കിൽ അവിടെ ചർച്ച ആയിട്ടിന്ത് ഇനി ഒരു സംഘടന ಬೇಡ
അങ്ങനെ പല ഉലമാക്കന്മാരെ നടുവും തെച്ച അതിൽ ഒന്നേറ്റിക്ക് ബാംഗ്ലൂരെ ഉലമാക്കന്മാരെ വിളിച്ച് തെച്ച് നടന്നേ. അത് മുതല പിറവ് അതെന്തും തന്റെ വിഷയമല്ല. ഉലമാക്കന്മാർ ചൊന്നാൽ നിങ്ങ പരസ്പര താവുണാക്കണു, നിങ്ങ പരസ്പര ഒട്ടിക ആവണു, നിങ്ങ ಬೇರೆ ಬೇರೆ ആവണ്ട. അപ്പൊ ഇത് അപ്പ അംഗീകരിച്ചങ്ങ പിന്നെ എന്തിനു നിങ്ങക്ക് സംഭവിച്ചേ? എന്തുകൊണ്ടിട്ട് ഞങ്ങളെ അഹ്ല ഹദീസിലെ സ്റ്റേജിലെ തൊട്ടിട്ട് നിങ്ങൾ ഞങ്ങളെ തടഞ്ഞെന്തേ? അതേ ടിക്കർ നന്റെ ക്വസ്റ്റ്യൻ കേൾക്കൂ. നന്റെ 2 ക്ലിപ്പ് നിങ്ങൾ കേട്ട് നോക്കൂ. കേസ് സംഘടന ആക്കുമ്പത്തിಗೆ ചർച്ച ആക്കോണ ಬ್ಯಾಂಡೆ കാരണം ഇവിടെ ഓൾറെഡി അഹ്ല ഹദീസ് ഉണ്ട്. അപ്പൊ അഹ്ല ഹദീസ് ഇക്കുമ്പത്ത് കേസ് സംഘടന ആക്കോണ ಬ್ಯಾಂಡೆ ചൊന്തു ഉലമാക്കന്മാരെ വിളിച്ചിട്ട് ബാംഗ്ലൂരിലെ ഉലമാക്കന്മാരെ വിളിച്ചിട്ട് അങ്ങനെ നടുവിൽ തെച്ചിട്ട് ചർച്ചയിട്ട് ലാസ്റ്റ് തീർമാനം ആയതായിട്ടിക്കരെന്തേ നിങ്ങൾ ജണ്ടാലെ സൈഡ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ന്യായം ഉണ്ടു. നിങ്ങളെ സംഘടന ആക്കുരു മാത്രമാ പരസ്പര താവുനാക്കുರು. കേസ് ആവുಗುಲ್ಲ ಕಾರಣ ഇവിടെ അഹ്ല ഹദീസ് ഓൾറെഡി നിലനിൽക്കുമ്പോ ಅದರೊಟ್ಟಿಗೆ ಬೇರೆ ഒരു സംഘടന ആവണ ಬೇಡ ചർച്ച ആവുമ്പോ ഉലമാക്കന്മാരെ വിളിച്ചിട്ട് അങ്ങനെ ചർച്ച ഇട്ട് അങ്ങനെ ചൊന്നാർ ഓക്കെ നിങ്ങളെ ജണ്ടാല നടുലും ന്യായമുണ്ടു. നിങ്ങളെ ജണ്ടാലെ നടുലും ന്യായിക്കുമ്പോ നിങ്ങൾ ജണ്ടാലും സംഘടനയിൽ നിങ്ങൾ സംഘടന ആക്കുರು മാത്രമാ പരസ്പര താവുനാക്കും. ഇതേ ആയത്ത് വെച്ചിട്ട് എത്തിക്കിറങ്ങ ചൊന്നെ വാതസിമു ബിഹബ്ലില്ലാഹി ജമിഅൻ വലാ തഫറഖു. നിങ്ങൾ തഫറഖാവണ്ട, നിങ്ങൾ പരസ്പര സഹകരിക്കರು, നിങ്ങൾ പരസ്പര ഒട്ടിಗಾവರು, അപ്പുറത്തങ്ങ് ഇപ്പുറത്ത് വരും, ഇപ്പുറത്തങ്ങ് അപ്പുറത്ത് പോരും, എല്ലാ സഹകരണം ഉണ്ടാവും. അപ്പ ഒപ്പിയങ്ങ പിന്നെന്തായാറ് അതിൽ നിന്ന് വിട്ടുപോയിട്ട് അവിടെ പോത്തീരാ അഹ്ല ഹദീസ് സ്റ്റേജ് 10. അപ്പൊ നോക്കിയാറല്ലേ കേസ് സംഘടന ആക്കുമ്പൊത്തുಗೆ ചർച്ച നടന്നു ഉണ്ടു. അതേ ടിക്കർ നാ ചൊല്ലി. അപ്പൊ ചർച്ച നടന്നു, അത് മുതല പിറവ് അതെന്തും വലിയ വിഷയമല്ല. അപ്പൊ അങ്ങനെ ചർച്ചയിട്ട് ആലിമീങ്ങ നിങ്ങ പരസ്പര താവുനാക്കു ചൊന്തു ചൊല്ലുമ്പോ നിങ്ങ അപ്പ ഒപ്പിന്നാറ് ആവു ചൊന്നുന്നാറ്. പിന്നെ എന്തുകൊണ്ടിട്ട് ഞങ്ങളെ നിങ്ങൾ തടഞ്ഞേ? അഹ്ല ഹദീസിന്റെ സ്റ്റേജിക്ക് 10 ചൊന്തു ഞങ്ങളെ തടഞ്ഞെന്തേ? അതേ ടിക്കർ തന്റെ ക്വസ്റ്റ്യൻ. അത് ഹിസ്ബിയത്തല്ലേ? ಅದಕ್ಕೆ ಯಾಸಿರ್ ಅಲಿಕಮ್ಮೆ ಆನ್ಸರ್ ಹಾಕಿತ್ತೇ ಇಲ್ಲ. ಅಪ್ಪ ನಾನು ಕೇಳ್ಕಾತ ಒಂದು ಕ್ವಶನ್ ರೀ, ನಾ ಕೇಟಂಟ್ ಹಾಕಿಟ್ಟು ಅದಕ್ಕೊಂದು ಆನ್ಸರ್ ಎಂದೋರ ಅವಸ್ಥೆ. ಅದರೆಡಲಿ നിങ്ങൾ കേസിലെ ഒന്നാമത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിത്തിന്നാറ് 2013 പിടിച്ചിട്ട് 2024 നിങ്ങളെ എന്തുണ്ട് മീറ്റിംഗ് മിനിറ്റ്സിൽ സൈൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ആ പ്രോഗ്രാം വന്നാറ്, ഈ പ്രോഗ്രാം വന്നാറ്, ഇതാ ഞങ്ങളൊട്ടിಗೆ പ്രൂഫ് ഉണ്ട്. ഇതെല്ലാം കാട്ടുമ്പോഴത്തേക്ക് ആൾമാർ വിചാരിക്കുക ഓ എന്തമാ ഒന്ന് കയ്യിലുണ്ട്. അത് വിചാരിക്കുക ടിക്കർ ഇയാൾ നാ കേൾക്കരുത് നിങ്ങളോട്ട് ഞങ്ങൾ കേസ് ಹಾಕೋ തീരാണ്ട് ചൊന്നറാവാ ഞങ്ങൾ കേസ് ಹಾಕೋ തീര അല്ലെങ്കിൽ എന്ത് ಹಾಕಿರಿ ನಾ ಕೇಟ್ರೆ കേസ് ಹಾಕೋ തീരാൻ ನಾ ചൊന്നരേ അങ്ങനെ ചൊന്നരെങ്കിൽ ಅದಕ್ಕೊರ ಅರ್ಥಿಕ್ಕಾತದ. നിങ്ങൾ കേസ് ಹಾಕೋ ചൊന്നര എന്ത് ಹಾಕು കേട്ടപ്പ അപ്പൊ നിങ്ങൾ എന്തിന്നാറ് എക്സിക്യൂട്ടീവ് മെമ്പർ ആയിത്തിന്നാറ് അത് ചൊല്ലേക്ക് ഒരു അർത്ഥം. ഞാനങ്ങനത്തെ ക്വസ്റ്റ്യനെ കേട്ടിട്ടില്ലല്ലേ യാസിർ അലി കമി. എന്തിക്ക് വെറുതെ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് അനാവശ്യമായിട്ട് ഇത്തര പൽക്കവറിയ സർവത്തിത്ത ഒട്രാസി ആൽമാറിനു വസ്വാസ ಹಾಕೋಣ അത്തരമേ ಬೇರೆಂದೂ ಅಲ್ಲ. ആൽമാറിനു വസ്വാസ ಹಾಕಿಟ್ಟು പിടിച്ചു നിൽക്കണല്ലേ. ഷെയ്ഖ് മുഖ്ബിലുൽ വാദി റഹ്മഹുല്ല ചൊന്ന പോലെ ഹിസ്ബിയത്തിലെ 3 അടയാള അതേ ടിക്കർ നിങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധ്യമായിട്ടില്ല. അർക്കാനുൽ ഹിസ്ബിയ സലാസ ഷെയ്ഖ് മുഖ്ബിലുൽ വാദി റഹ്മഹുല്ല ചൊല്ലേ അർക്കാനുൽ ഹിസ്ബിയ സലാസ ഹിസ്ബിയത്തിലെ 3 അർക്കാണ്. അതായത് ഹിസ്ബിയത്ര പില്ലർ, ഹിസ്ബിയത്ര അടിസ്ഥാന 3 പില്ലർ ആയിട്ടിരിക്കുന്നത്. എന്ത്? ഒന്ന് അൽ ഖദിബ് കലവ് ചൊല്ലത്, രണ്ടാമത്തേത് തദ്ലീസ് ആൽമാറിനോട് വസ്വാസാക്കറി, മൂന്നാമത്തേത് അൽ ഖിദാ വഞ്ചനാക്കറി. ഇതേ ടിക്കർ നിങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടോല്ലേ? അപ്പൊ ഇത് വേണ്ട. നിങ്ങളുടെ നിങ്ങൾ ആൻസർ ആക്കുമ്പോണ്ടേ ഇഖ്ലാസിൽ ആൻസർ ആക്കും. ഖുറാഫിമാരുടെ പോലെ ഖുറാഫി സുന്നിമാറാക്കിയ പോലെ യന്ത്രമാ ഒരു കേട്ടെതിരെ യന്ത്രമാ ആക്കിയിട്ട് ആൻസർ ആക്കറല്ല. അങ്ങനെ ആൻസർ ആക്കും നിങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും നിങ്ങൾ പരലോകത്തെ നിങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടുത്താറുണ്ട് തിക്കർ നക്കി കേൾക്കൂല്ലേ? പിന്നും അതേ കല ഒരു റിപ്പീറ്റ് ആക്കു നോക്കൂ. അപ്പോൾ ഇവിടെ ഒരു സംഘടന ഇക്കുമ്പോൾ എന്നൊരു സംഘടന ആക്കിയിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു 12-13 ವರ್ಷ കഴിഞ്ഞിട്ട് ഇപ്പം ഇത്തിക്കര് ഷിഹാബുദ്ദീൻ സ്വലാഹി എന്തൊരു ചൊന്നിട്ടായെങ്കിൽ ನೆನಪಾയത് അണ്ടൊരു സംഘടനയ്ക്കും എന്നൊരു സംഘടന എന്ത് ആക്കിയത് അണ്ട് സംഘടന ആക്കരുതിൽ മുൻചൂണിയിൽ ഇന്ന വ്യക്തി നിങ്ങായിത്തിന്നാർ നിങ്ങായിത്തിക്കാർ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിത്തിന്നത്. അപ്പം നിങ്ങൾ എന്ത് വേണ്ടത് അണ്ട് മെമ്പർ ആയതും ചൊന്നത്തും എക്സിക്യൂട്ടീവ് മെമ്പർ ആയതും അഹ്ല ഹദീസರೊಟ್ಟಿಗೆ ಸೇರಾಂಟೆ KSರೊಟ್ಟಿಗೆ ನಿಂಡದು ಚೊನ್ನತು പിർസത്തെ ഷിഹാബ് സ്വലാഹി നിങ്ങായിത്തിക്കര് വിവരിക്കണായത്. ഞാൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ലല്ലേ യാസിർ അലി കമി?
ನಾನು അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനെ കേട്ടിട്ടില്ലല്ലേ. ನನ್ನ ಕ್ವಶನ್ ಎಂದ್ರೆ നിങ്ങൾ പരസ്പര താവുനാക്കൂ ഒപ്പിയങ്ങ അഹ്ലെ ഹദീസിന്റെ സ്റ്റേജിക്ക് ഞങ്ങൾ പോണ്ട അഹ്ലെ ഹദീസിനങ്ങ അതേപോലെ ഇപ്പറ വർട്ട് അങ്ങനെയുള്ള ചൊന്തു ഒപ്പിയങ്ങ പിന്നെ ಅದರ ತಡೆಯುಗುಲ್ಲ ಕಾರಣ ಅಂದ್ರೆ ಅದೇ ಟಿಕ್ಕಿರದ ನಂದೆ ಪಾಯಿಂಟ್ ಅದೇ ಟಿಕ್ಕಿರದ ನಾ ಕೇಟ್ರಿ. അപ്പൊ യാസിർ അലി കമി എന്ത് കേട്ട് ഇങ്ങനെ കലോചൊല്ലുന്ന ഗൊത്താവില്ല. കേസ് എന്ത് കേട്ട് ನಾನು ಹಾಕಿರೇಂಟು ನಾ ಕೇಟವಲ್ಲ. പിന്നെ ഇയാളുടെ ക്വസ്റ്റ്യൻ ಸಂಘಟನೆಯಲ್ಲಿ ಔಡೆ ಬೋತೀರಾ ಊಡ ಬೋತೀರಾ ಅಂತೆಲ್ಲ ಚೊಲ್ಲೊಂಬತ್ತಿಗೂ ನಿಂಗ 2027 ಸಂಘಟನೆ ಇಲ್ಲ ಅಂತ ಅಪ್ಪ ಅದು ಅಂಗೀകരിച്ചവ നിങ്ങ. അപ്പൊ സ്ഥാനില്ല തപ്പല്ല സമമ സ്ഥാനില്ല തപ്പ സമമില്ലമ അതൊന്ന് കേൾക്കരുത് നിങ്ങൾ കേൾക്കും. പിന്നെ ഇതിക്ക് ചർച്ച നടന്നതും ನಾನು വിവരിച്ചേ. ഇനി സംഘടന നടന്ന പിന്നും ആലിമീങ്ങ വന്നിട്ട് വിഷയ ചൊന്നിട്ട് നിങ്ങൾ പരസ്പര താവനാക്കി പോറും ചൊന്ന പിന്നും ഒരു 2-3 തിങ്കൾ കഴിഞ്ഞ പിന്നെ ഇങ്ങനത്തെ ഒരു അഭിപ്രായം അഞ്ഞ പോകുത്തീരാൻ ചൊന്നിട്ടായെങ്കിൽ നിങ്ങൾ പിന്നെ 2019 കേസിൽ എങ്ങനെ പിന്നെ കേസിൽ മീറ്റിംഗ് മിനിറ്റ്സിലുള്ള നിങ്ങളെ സിഗ്നേച്ചർ ബന്ത് ആ വാദത്തെ നിങ്ങൾ അംഗീകരിച്ചമ ആ ഹിസ്ബിയത്തെ നിങ്ങൾ അംഗീകരിച്ചമ അല്ലേട്ടായെങ്കിൽ എന്തെങ്കിലും മസ്ലഹത്ത് അപ്പണിക്കിಂತ അല്ല ಏನೊರು സാധാരണ ഒരു വ്യക്തി ಅಂಕೆ ಸ್ಥಾನ ಇದ್ದಂಗೆ ಎಲ್ಲೋ ಸಮ ಸ್ಥಾನ ಇಲ್ಲಂಗೆ ಎಲ್ಲೋ ತಪ್ಪು ಚೊನ್ನತ್ತು ഒരു വ്യക്തി വിചാരിച്ചിട്ടായെങ്കിൽ ആ വ്യക്തിയുടെ തപ്പും ചൊല്ലുക ആവശ്യം ആവശ്യലാഹി. കാരണം നിങ്ങളുടെ അഭിപ്രായ പ്രകാരം 2013 എന്തായി അപ്പമേ തുടങ്ങി അപ്പുറ പോകുത്തീരാ എന്നിട്ട് നിങ്ങൾ 2020 നിങ്ങൾ മീറ്റിംഗിಗೆ ಬಂದಿರಾರು ಅಟೆಂಡ್ ಆಗಿರಾರು ವಿಷಯ ಹಾಕಿರಾರು ಎಲ್ಲೊಮ್ಮೆ ಈ ಮೀಟಿಂಗ್ ಮಿನಿಟ್ಸ್ಲುಂಡು ಬುಕ್ಕಲು രേഖപ്പെടുത്തിയിരുന്നു. ഈ രേഖപ്പെടുത്തിയത് അപ്പോൾ നിങ്ങളെ ബദൽ വേറെ ആരെയും സിഗ്നേച്ചർ ഇട്ടാൽ അതല്ല നിങ്ങൾ വിവരിക്കണം. ഏതെങ്കിലും ആ വിഷയം ആരായിട്ട് ನಾನು ചൊല്ലില്ല. നിങ്ങൾ ചൊല്ലുമ്പോൾ ബാക്കി വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. യാസിർ അലി കമി സ്ഥാന ഇന്നപ്പെട്ടിക്കര് സ്ഥാനത്തെ കേറാക്കಂತೆ നിങ്ങൾ ഹിസ്ബിയത്തിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ കേൾക്കറി. നിങ്ങൾ ഹിസ്ബിയത്തിലെ വിഷയത്തിൽ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ആക്കറി. സ്ഥാന കിട്ടിയപ്പ ഇത്തിക്കര് സ്ഥാന ഇല്ലാത്തപ്പല്ല സ്ഥാന ഇല്ലാത്തപ്പ കാലി ഒരു ಮೆಂಬರ್ ആയപ്പ ഞങ്ങ അവിടെ ഇന്ന നിങ്ങമേ ചൊന്നാറല്ലേ 2020 ഞങ്ങളെ സലഹ സമിതിക്ക് എലക്ട് ആക്കുന്നുണ്ട്. അപ്പൊ സലഹ സമിതിയുടെ സ്ഥാന 5 ആ സ്ഥാന കിട്ടിയപ്പോ ഇത്തിക്കര് ആ സ്ഥാനത്തെ കേറാക്കಂತೆ നിങ്ങൾ ഹിസ്ബിയത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ ആക്കറേ. അപ്പൊ സ്ഥാന കിട്ടിയപ്പോ സ്ഥാന കിട്ടാണ്ടിരിക്കുമ്പോഴത്തേക്ക് സമല്ല അങ്ങനെന്തോ അല്ല പിടിയത്തല്ലേ. പിന്നെ ചൊല്ലേ 2018 കേസ് ഒരു തീരുമാനം എടുക്കരുത് അല്ലേ. എന്തൊരു തീരുമാനം ಶಿದ್ದತ್ರ ಆಲ್ಮಾರೊಟ್ಟಿಗೆ ಸ್ಟೇಜ್ ಶೇರ್ ಹಾಕುತ್ತೀರಾ. ನಿಂಗ ಚೊಲ್ರೆ ಶಿದ್ದತ್ರ ಆಲ್ಮಾರ್ರೆ ನಿಂಗ ಚೊಲ್ರೆ ಶಿದ್ದತ್ರ ಆಲ್ಮಾರ್ ನಂಗ ಚೊಲ್ರಲ್ಲ. ಅಪ್ಪ ನಿಂಗ ಚೊಲ್ರೆ ಶಿದ್ದತ್ರ ಆಲ್ಮಾರ್ರೆ ಅದರಡಲ್ಲಿ ಇಯಾൾ ಚೊಲ್ರು ಎಂದ್ರೆ ನಂಗೆ അങ്ങനത്തെ സ്വരന്തു ഇല്ല. ഞങ്ങ ശുദ്ധത്ര ആൾമാറുണ്ടാരും ചൊല്ലില്ല. ഞങ്ങ മനോഹജർ തപ്പ്യങ്ങണ്ടാരും ചൊല്ലില്ല. പാടും ഇയാളെ എന്താക്കറ് ശുദ്ധത്ര ആൾമാരൊട്ടിಗೆ സ്റ്റേജ് 10 തീരാണ്ട് ഞങ്ങ ചൊന്തിന്നാണ്. അപ്പൊ രണ്ടും പൽക്കെല്ലാം വൈരുദ്ധ്യ ഇട്ടിക്കറ്. അപ്പൊ ഏതായെങ്കിലും നിങ്ങൾ ചൊല്ലുന്ന ശുദ്ധത്ര ആൾമാരുണ്ടുള്ളാറല്ലേ. അപ്പൊ അങ്ങനൊട്ടിಗೆ സ്റ്റേജ് ഷെയർ ആക്കോ തീരാണ്ട് കേസ് എന്താക്കറ് 2018 ഒരു തീരുമാനം എടുക്കറ്. അതിൽ നിങ്ങളെ സൈനും എന്ത് നിങ്ങളും ಅದಕ್ಕೆ സൈൻ ഇട്ടുന്നാറ് ചൊന്തല അയാൾ ചൊല്றது നിങ്ങൾ കേൾക്കും. ഏതെല്ലാം ശുദ്ധത്തിലെ വാദ ഈ കേരളത്തെ ബണ്ട് ചില ആൾമാർഗിಂತ അങ്ങ ബണ്ടതായ വേദിಕೆಗೆ ഞങ്ങൾ പോകുತ್ತೀರಾ. ಅದಕ್ಕೆ ಸಿಗ್ನೇಚರ್ ಇಟ್ಟ ವ್ಯಕ್ತಿಮಾರಲಿ ಒಂದು ಶಿಹಾಬುದ್ದೀನ್ ಸೊಲಾಹಿ ಇನ್ನೊಂದು ಜಿಯಾವುರ್ ರಹಮಾನ್ ಸೊಲಾಹಿ. ಎಪ್ಪೋ ಡೇಟ್ ಮರ್ಕೋಗುತ್ತೀರಾ 2018 ಫೆಬ್ರವರಿ ತಿಂಗಳು ಆಯ್ತಲ್ಲಿ. ಇನ್ನು ಈ ತೀರ್ಮಾನ ತಪ್ಪು ಏದು ಉಸೂಲ್ ಬೆಚ್ಚಿದೈತಿಕ್ರಿ ಏದು ಅಹ್ಲು ಸುನ್ನತಿರೆ ಉಸೂಲ್ ಬೆಚ್ಚಿದೈತಿಕ್ರಿ ಕುರಾನ್ ಸುನ್ನತರ ಬೇಜು ಬೆಚ್ಚಿದೈತಿಕ್ರಿ ಅಂತೆಲ್ಲ ನಿಮಗೆ ಕೇಟಾರಲ್ಲಿ. ಈ ತೀರ್ಮಾನಕ್ಕೆ ನೀವು ಸಿಗ್ನೇಚರ್ ಇಟ್ಟಾರಂತ ವಿಚಾರಿಕ. ಇದು ഖുർആനും സുന്നത്തിര ബേസിലല്ല ഈ തീരുമാനം എടുത്തിട്ടുണ്ടായെങ്കിൽ അപ്പം നിങ്ങൾ പുറത്ത് പോണിത്തല്ലേ അല്ലേണ്ടായെങ്കിൽ അപ്പം ഞങ്ങൾ ഇല്ലേന്ന് ചൊന്നിട്ട് പോണിത്തല്ലേ. എന്തുകൊണ്ട് നിങ്ങൾ പോയില്ലേ? എന്തെങ്കിലും ലാഭം ಇಂಥ ചൊന്നിട്ട് ഒരാൾ കേട്ടെങ്കിൽ അത് നന്റെ കുറ്റപ്പെടുത്തുക തീരാ ചൊന്നതൈത്തിക്കർ മാത്രം ನೆನಪಾಕೂല. ഇത് കേസര മീറ്റിംഗ് അവസ്ഥ ചൊല്ലാൻ ടിക്കർ ഹൈർ. കേസര കൂടെ മീറ്റിംഗിൽ എന്തിനാ നടക്കരേ ചൊല്ലുന്നതും അവിടെ തീരുമാന അവസ്ഥ എന്തിനാ ചൊല്ലുന്നതും അത് ചൊൽപ്പാട്ടാൻ ടിക്കർ ഹൈർ. മീറ്റിംഗ് ഒലിമയുണ്ട് ಬಂಡೆಲ್ಲಾರ 10 ಗಂಟೆ. ಇದೊಂದು ಉದಾಹರಣೆ ಚೊನ್ನಿ. ಇನಿ ಒಲಿಮೆಂಟಿಗೆ ಕರೆಕ್ಟ್ ಎವಡೆ ಮೀಟಿಂಗ್ ಐರೆಂಟೆಲ್ಲ ಕೇಳ್ಕೋಬೋಂಡ ഒരു ഉദാഹരണ ചൊന്നി. ഒലിമെന്റിಗೆ മീറ്റിംഗ് ഉണ്ടായെങ്കിൽ ಬಂಡೆ ಎಲ್ಲಾರ 10 ಗಂಟೆ 10:30 മീറ്റിംഗ് സ്റ്റാർട്ട് അവിടെ. ആ മീറ്റിംഗിൽ 4-5 അജണ്ട ഇക്കറ്. അജണ്ട അല്ലാത്ത എല്ലാ വിഷയം അവിടെ ചർച്ച ആവും. അവൻ അങ്ങനെ ആക്കിയ അവൻ ഇങ്ങനെ ആക്കിയ അവന് ദമ്മാജ് വല ഓണു ഊടെ വല ഓൺ അത് വല ഇങ്ങനെ ഇതെല്ലാ വിഷയം അവിടെ ചർച്ച അവിടെ. ആ ಅದರಡಲಿ ബുക്ക് തന്നെ എന്തിരെ സൈൻ ഇടും എന്ത് തീരുമാനം എന്തില്ല പൽക്കറിനോടുള്ള ഒരു ബുക്ക് തന്നെ അങ്ങനെ ബുക്കിലും സൈൻ ഇട്രി.
അങ്ങനെ എല്ലാവരും സൈൻ ഇട്ടതിൽ പിന്നെ അവിടെ എതിരിടയിൽ ഒരു തീരുമാനമാണ്. ആ തീരുമാനം എന്തിനെ ചൊല്ലതും ആർക്കും പിടിക്കില്ല. അതേപോലെ അവിടെ എന്തിനെ വിഷയം ചൊന്നതും ആരും തലയിലും വിൽക്കില്ല. അങ്ങനെ ലാസ്റ്റിക്ക് ആ വിഷയം എന്തിനുള്ള ചൊന്തു ഒരാള് സെക്രട്ടറി എഴുതി വെച്ചിട്ട് സൈൻ ഫസ്റ്റ് ഓൾറെഡി ಎಲ್ಲ ഇട്ടിട്ട് ടിക്കർ ഇതേ ടിക്കർ കേസരി മീറ്റിംഗില് ആ സൈൻ ഇട്ടതിലുള്ള അവസ്ഥ. അപ്പൊ ഏതായാലും ഇക്കട്ട് 2018 അങ്ങനത്തെ ഒരു സിദ്ധത്ര ആൾമാരെ സ്റ്റേജ് ഷെയർ ആക്കണ്ട ചൊന്തു തീരുമാനം എടുത്തിട്ടല്ലേ. അതിൽ പിന്നെ ഞങ്ങ യാസിർ അലി കമ്മി ഞാൻ നിങ്ങളുടെ കേൾക്കേ നാനാവട്ട് ജിയാ റഹ്മാൻ സലായി ആവട്ടു കേസ് ഇക്കുന്ന സന്ദർഭത്തിൽ ഏത് സിദ്ധത്ര ആൾമാർ നിങ്ങൾ ചൊല്ലേ ഏത് സിദ്ധത്ര ആൾമാരൊട്ടിಗೆ ತಿಕ್ಕರ ഞങ്ങ സ്റ്റേജ് ഷെയർ ആക്കിರ ಅದೊಂದು ചൊല്ലുറീங்க. ഞങ്ങ കേസിൽ ഇക്കര കാലത്തോളം ഏത് നിങ്ങൾ ചൊല്ലേ സിദ്ധത്ര ആൾമാർ സ്റ്റേജ് തിಕ್ಕರ ഞങ്ങ ഷെയർ ആക്കിര ചൊല്ലു. എവിടെയെങ്കിൽ ഏതേ ഒരു നിങ്ങൾ ചൊല്ലേ മുഹ്സിൻ ഇതാവട്ടു, നിയാഫ് ബിൻ ഖാലിദ് ആവട്ടു, അല്ലെങ്കിൽ ആറ് നിങ്ങൾ ചൊല്ലേ സിദ്ധത്ര ആൾമാരുടെ ഏത് സ്റ്റേജ് തിಕ್ಕರು നാനാവട്ടു ജിയാ റഹ്മാൻ സലായി ആവട്ടു ഷെയർ ആക്കിയിട്ട് നിങ്ങൾ ചൊല്ലു. അതിന്റെ പേരില നിങ്ങൾ ഞങ്ങളെ പറത്തിട്ടേ ಅದಕ್ಕೆ ഞങ്ങൾ സൈനിട്ട് ഒപ്പിട്ടിട്ട് അതിലെ തപ്പിയതിന്റെ പേരില നിങ്ങൾ ഞങ്ങളെ പറത്തിട്ടേ. വെറുതെ എന്ത് ആൾമാറിനോട് വസ്വാസാക്കിയിട്ട് കലവച്ചൊന്ന് ആരോപണം ഇട്ടിട്ട് ഇങ്ങനെ കീഴാവോ തീരാ യാസിർ അലി കമ്മി. നണ്ടും ജിയാ റഹ്മാൻ സലായരും പറത്തിട്ട കാലി അഹ്ലെ ഹദീസിന്റെ സ്റ്റേജിൽ പത്തി സ്പീച്ചാക്കി അവിടെ ഒരാളുടെ സ്റ്റേജ് ഷെയറിംഗ് നിങ്ങൾ ചൊല്ലുന്ന സിദ്ധത്ര ആൾമാരൊട്ടിಗೆ നിന്നിട്ട് സ്പീച്ച് ആക്കിയേക്ക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതും വന്നില്ല. അഹ്ലെ ഹദീസിന്റെ സ്റ്റേജിക്ക് പോയി കേട്ടിക്കറ് പറത്തിട്ട് ആൽച്ചനാക്കി നോക്കൂ ഫസ്റ്റ് അവിടെ ചർച്ച പണ്ടിട്ടുണ്ടെങ്കിൽ സിദ്ധത്ര ആൾമാരൊട്ടിಗೆ നിങ്ങൾ സ്റ്റേജ് ഷെയർ ആക്കൂ തീരാ ഓക്കെ ആവും. പിന്നെ ചർച്ച പണ്ടെന്തിന് അല്ല അഹ്ലെ ഹദീസ് ഏത് സ്റ്റേജിക്ക് പോകണ്ടെങ്കിൽ ഞങ്ങൾക്ക് കോൾ ആക്കിയിട്ട് നിങ്ങൾ കേൾക്കണം. അപ്പൊ അഹ്ലെ ഹദീസ് ഞങ്ങൾ വിളിക്കുമ്പോഴത്തേക്കും ഇങ്ങൊരു കോള് ഞങ്ങൾ അവിടെ പോണാ വേണ്ടേ. അപ്പൊ ഇങ്ങനെ തീരുമാനാക്കി ചൊല്ലറ പോണെങ്കിൽ ആ പോകണ്ട ചൊന്നെങ്കിൽ പോകണ്ട. ഇതേ ടിക്കറ് പിന്നത്തെ അവസ്ഥ ആയി. മൂന്നാമത്തെ അവസ്ഥ എന്തരായി അഹ്ലെ ഹദീസ് സ്റ്റേജിಗೆ പോത്തീരാണ്. അങ്ങനത്തെ ആദ്യപ്പ നണ്ടും ജിയാ റഹ്മാൻ സലായിരും മാത്ര ഞങ്ങൾ ജണ്ടാലും മാത്ര ഇന്ന സ്റ്റേജ് സൂറത്തുകൾ ആ ഒരു വീഡിയോ ആ ഒരു ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണും. കൃഷ്ണാപുരത്തിൽ നടന്നതായ ഒരു പ്രോഗ്രാം 2020 ഫെബ്രുവരി 23 2020 ഫെബ്രുവരി 23 കൃഷ്ണാപുരത്തിൽ നടന്നതായ അഹ്ലെ ഹദീസിലെ ഒരു സ്റ്റേജ്. അതിൽ നാണും ജിയ ഉസ്താദ് മാത്രമേ സിദ്ധത്ത് നിങ്ങൾ ചൊല്ലുന്ന സിദ്ധത്ര ആൾമാറാ അല്ലെങ്കിൽ വേറെ ഒരാളാ അവിടെ ഇല്ലേ ഇല്ല. അതിലെ പേരിലേറ്റിക്കറ് പിന്നെ വാപ്പസ് എവിടെ ചർച്ച അവിടെ മാർച്ച് 6 മസ്ജിദ് തൗഹീദിൽ ചർച്ച അവിടെ. ഇതേ സലാഹ സമിതി മാത്രമല്ല ഇന്ന് 5 മാത്രമല്ല ഇന്ന് പ്രസിഡന്റ് ഇന്ന് സെക്രട്ടറി ഇന്ന് അതേപോലെ എല്ലാ ആൾമാരും അവിടെ ഒരു ഒലിമ്പ് 10 ഇന്നാറ്. ആ ഒലിമ്പ് 10 നടുലേറ്റിക്കറ് ഈ വിഷയ വാപ്പസ് ചർച്ച അവിടെ അഹ്ലെ ഹദീസ് സ്റ്റേജ് 10 ബാൻഡേ ചൊല്ലുന്ന വിഷയത്തിൽ അല്ലാണ്ട് നിങ്ങൾ ചൊന്ന ഈ 2018 ഈ സിഗ്നേച്ചർ ഇട്ട വിഷയത്തിലല്ല ചർച്ച നടന്നത്. അത് മനസ്സിലാക്കുന്നു യാസിർ അലി കമ്മി. നിങ്ങ ഒരു ഡിസ്കഷനും ഇല്ലാത്ത നിങ്ങ അപ്പ ജിദ്ദൽ റിയാലെന്നു ഇന്നാറ് ചൊന്ത നാ ചൊല്ലില്ല. അത് നിങ്ങളെ സംസ്കാരം ഏറ്റിക്ക് നിങ്ങൾ ചൊന്നാറല്ലേ നന്റെ റിയാലിന്റെ മസലാത്ത അല്ല റുപ്പീസിന്റെ മസലാത്താണ്. അങ്ങനെ ഞങ്ങൾക്കും റിട്ടേൺ കേൾക്കാം. പിന്നെ ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചിട്ട് എത്തിക്കുന്ന പൽക്കവരെ ചൊന്ന നിങ്ങൾ ചൊന്നാറല്ലേ അത് നിങ്ങൾ ചൊല്ലുന്നതും കേൾക്കോ നിങ്ങൾക്കേ അപ്പ കറക്റ്റ് മനസ്സിലാവും. അത് നിങ്ങളെ ഓരോരുത്തരെ നിലവാറിക്ക് അതിനനുസരിച്ച് എത്തിക്കാൻ അങ്ങ് പൽക്ക പറഞ്ഞത്. അപ്പൊ അതേ ടിക്കർ ചൊല്ലുവല്ല. അപ്പൊ നാണും ജിയാ റഹ്മാൻ സലായി മാത്രം ഇന്ന് അഹ്ലെ ഹദീസിന്റെ സ്റ്റേജ് പത്തിയതിരെ പേരിലെ എത്തിക്കറ്. പിന്നെ മാർച്ച് 6 ഈ ചർച്ച നടക്കറ് മസ്ജിദ് തൗഹീദിൽ അവിടെ എത്തിക്കറ അത് സാധ്യമില്ല. അഹ്ലെ ഹദീസിന്റെ സ്റ്റേജിಗೆ പോത്തിയ അതെന്തൊരു അവസ്ഥ. അങ്ങനെ ആ തീരുമാനത്തെ നിർണയത്തിൽ ഒരു ലെറ്റർ എഴുതി തരണുണ്ട്. ഞങ്ങളൊട്ടിക്ക് ആവശ്യപ്പെട്ടപ്പ ഞങ്ങൾ ആ ലെറ്റർ എന്താക്കിയ എഴുതി കൊടുത്ത ആ ലെറ്ററിൽ ഞങ്ങൾ പുറത്തു പോകണ്ട ചൊന്നമ്മ അയാൾ ആ ലെറ്റർ ഓതറല്ലേ ഇൻഷാല്ല അത് ബണ്ടനാണ്. അപ്പൊ പറത്തിട്രമ അല്ലേ അതേ ടിക്കറ്. ഇനി നെക്സ്റ്റ് യാസിർ അലി കമ്മി ഞങ്ങളെ വിഷയത്തിൽ ചൊന്ന ഞങ്ങൾ എന്തൊരു ചൊന്നേ ഞങ്ങൾ പറത്തിട്രല്ല അങ്ങമേ വിട്ടുപോയിരേ അങ്ങമേ എന്തൊരു ദൂരെ പോയിടേ അങ്ങനെയുള്ള ചൊന്ത അയാൾ പൽക്ക പറഞ്ഞത്. ഞങ്ങൾ കേസിനെ പുറത്തു പോകണ്ട ಅಂಟ അല്ലെ നിങ്ങളൊട്ടിಗೆ സഹകരിക്കുക ആവില്ല ಅಂಟ അല്ലെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ദൂരെ പോകണ്ട ಅಂಟ അങ്ങനെ എന്തും ആ ലെറ്ററിൽ ചൊന്തേ ഇല്ല.
യാസിർ അലി ഇക്കമ്മി ആ ലെറ്റർ ഓതട്ട് എന്നിട്ട് ഒലിമ്പ 2020 ഒരു ಲೆಟರ್ ಐತಿಕರು ರಿಂದ ಯಾರಿಂದ ಶಿಹಾಬುದ್ದೀನ್ ಸೊಲಾಹಿ ಮತ್ತು ಜಿಯಾವುರ್ ರಹಮಾನ್ ಸೊಲಾಹಿ ಬ್ರ್ಯಾಕೆಟ್ಲಿ ಸಲಹಾ ಸಮಿತಿ ಸದಸ್ಯರು KSA ಮಂಗಳೂರು ಆರು ಎಲ್ದಿರೆ ಆರಿಂಗ್ ಆಲ್ಮಾರ್ ಎಲ್ದಿರದಲ್ಲ ಬದಲೈತಿ ಶಿಹಾಬ್ ಸೊಲಾಹಿയും ಜಿಯಾವುರ್ ರಹಮಾನ್ ಸೊಲಾಹಿയും ಸಲಹಾ ಸಮಿತಿಯ ಮೆಂಬರ್ ಐತಿಕ್ರಾರ್ ಎಪ್ಪ 2020 മാർച്ച് തിങ്കളിൽ ഒരു ലെറ്റർ ഒലിമ്പ താരിഖ്. അപ്പൊ നോക്കിയാറല്ലേ സഹോദരന്മാരെ, ബ്രാക്കറ്റിൽ എഴുതിനെതിരെ സലഹ സമിതി സദസ്യരുണ്ടേ, സലഹ സമിതി സദസ്യരുണ്ടേ നങ്ങ എഴുതിരെ. അപ്പൊ ഒരാള് നങ്ങ പുറത്തു പോണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് എഴുതിയ ജറൂറത്തിന്ത ಇಲ್ಲ ಅಂತ. അപ്പൊ സലഹ സമിതി സദസ്യരുണ്ട് ബ്രാക്കറ്റിൽ എഴുതിട്ടേറ്റിക്ക് ഞങ്ങൾ ലെറ്റർ കൊടുക്കുറേ. ബാക്കി ഓതട്ട് ಯಾರಿಗೆ ಅಧ್ಯಕ್ಷರು ಕರ್ನಾಟಕ ಸಲಫಿ ಅಸೋಸಿಯೇಷನ್ ಮಂಗಳೂರು. അപ്പോൾ അണ്ട് സലഹ സമിതിയിൽ ആറല്ല ഇന്നാറ് ചൊന്നിട്ട് നിങ്ങൾക്കൊരു സംശയിക്കുമല്ലേ, അണ്ട് ഇന്നത് ഒന്ന് നസീർ സലഫി, ಏನೊಂದು ಹಫೀಸ್ ಸೊಲಾಹಿ, ಏನೊಂದು ಶಿಹಾಬುದ್ದೀನ್ ಸೊಲಾಹಿ, ಏನೊಂದು ഞങ്ങള് ജിയാവുർ റഹ്മാൻ സൊലാഹി, പിന്നൊന്നു ലീഗലൈ തുല്യ ബിഷത്തുക്ക് ഒരു വ്യക്തി, അഞ്ചാലെ കമ്മിറ്റി എത്തിക്കരുത്. അതിൽ ഇത് പേരുക്ക് മാത്രം, വേറെന്തും അല്ല. എല്ലാ സലഹവും എല്ലാ തീരുമാനവും പ്രസിഡന്റും സെക്രട്ടറിയും നടുവിൽ നടക്കരുത്. ഞങ്ങൾ ഒരു പേരുക്ക് സലഹ സമിതി സദസ്യരുണ്ട് മാത്രം ഇക്കുന്ന എത്രമേ ತೀರ್ಮಾನ ಅಂಗಲ್ದೆ ಇಕಟ್ ಬಾಕಿ ಹೋದು ರಿಂದೈತಿ ರಿಗೈತಿ ವಿಷಯ ಸಲಹಾ ಸಮಿತಿ ಸಭೆಯ ನಿರ್ಣಯದ ಬಗ್ಗೆ ನಮ್ಮ ತೀರ್ಮಾನ. KSA ಸಲಹಾ ಸಮಿತಿ ಸಭೆಯ ತೀರ್ಮಾನ ಎಂದರೆ ಆ ನಿರ್ಣಯത്തിൽ ഞങ്ങളെ തീരുമാന, ನಿರ್ಣಯ പാസ്സാക്കിറാറ്, ನಿರ್ಣಯ എടുത്തിറാറ് ഈ സലഹ സമിതി. എന്നിട്ട് ആ എടുത്ത നിർണയത്തിക്ക് പാട് തീരുമാനം ചൊല്ലേ ഈ രണ്ട് വ്യക്തിമാർ ഏതാ ഇക്കട്ട് ചെന്നല്ലേ ಖಾಲಿ ಅದು പേരുക്ക് ಮಾತ್ರ, ಸಲಹೆ ಅಂಗಲ್ದೆ ತೀರ್ಮಾನ ಅಂಗಲ್ದೆ. ಬಾಕಿ ಹೋದಟ್ಟು ಮಾನ್ಯ ಅಧ್ಯಕ್ಷರೇ, ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾ. ದಿನಾಂಕ 6/3/2020 ಉಳ್ಳಾಳದ ತೌಹೀದ್ ಮಸೀದಿಯಲ್ಲಿ ನಡೆದ ಸಲಹಾ ಸಮಿತಿಯಲ್ಲಿ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಆಸುಪಾಸಿನಲ್ಲಿ ನಡೆಯುವ ದಾವಾ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲಿ ನಮ್ಮ ಪಾಲ್ಗೊಳ್ಳುವಿಕೆಯ ಬಗ್ಗೆ ಚರ್ಚಿಸಲಾಗಿತ್ತು. ಒರ್ಕ ತೀರ್ಮಾನ എടുത്തിട്ട് 2018 എടുത്ത തീരുമാന സമാന്ത് കണ്ട് സിഗ്നേച്ചർ ഇട്ട് പോയാർ. സമാന്ത് ಎಂದು ಎದುರುಪೆಂದು ಚೊಂದಿಲ್ಲ. ಅದರ പിന്നെ ಎಕ್ಸಿಕ್ಯೂಟಿವ್, ಅದರ പിന്നെ ಮಹಾಸಭೆಗೂ ಬಂದಾರು, ಅದರ പിന്നെ ಸಲಹಾ ಸಮಿತಿಯ ಮೆಂಬರು ಆಯಾರು, ಎಂದೂ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ ಅಂತ. 2018 എടുത്ത തീരുമാനം ಅಂದ್ರೆ ಇಂಗ ಚೊಲ್ರೆ ಸಿದ್ಧತ್ರ ಆಲ್ಮಾರೊಟ್ಟಿಗೆ ಸ್ಟೇಜ್ ಶೇರ್ ಹಾಕೋತೀರಾ ಅಂತ ಅದಕ್ಕೆ ಇಟ್ಟಿಕ್ರೆ ನಂಗ ಸೈನ್ ಇಟ್ರಿ. ಅಂದ್ರೆ ಇಂಗ ಚೊಲ್ರೆ ಸಿದ್ಧತ್ರ ಆಲ್ಮಾರ್, അതായത് മുഹ്സിൻ ಐದಿದ ಅಲ್ಲಿ ನಿಯಾಫಿನ್ ಖಾಲಿದ ಅಂಗಲೊಟ್ಟಿಗೆ ಸ್ಟೇಜ್ ಶೇರ್ ಹಾಕೋತೀರಾ ಚೊಲ್ರದಕ್ಕೆ ಇಟ್ಟಿಕ್ರೆ ನಂಗ ಸೈನ್ ಇಟ್ರಿ. ಅದೇ ಇಟ್ಟಿಕ್ರೆ 2018 എടുത്ത തീരുമാന ഊടെ ഈ തീരുമാനം എന്തേ, അതായത് മാർച്ച് 6 2020 മസ്ജിദ് തൗഹീദിൽ നടന്ന തീരുമാനം എന്തേ, അഹ്ലെ ഹദീസ് സ്റ്റേജിಗೆ പത്തോ തീരാ ചൊല്ല തീരുമാനം ഇട്ടിക്കറ്. ആ തീരുമാനത്തെ ಬಗ್ಗೆ ഇട്ടിക്കറ് ഞങ്ങളെ എന്തേ ഞങ്ങൾക്ക് അതൃപ്തി ഇല്ലേ ചൊന്നരെ. ക്യാമറ നോക്കിത്ത് പച്ച കലവ് ചൊല്ലു തെല്ലും ബായി അപരിപ്പറ ആവില്ല ചൊന്നെ. അപ്പൊ എത്ര ആദത്തെ ഇട്ടിക്കൊണ്ട് നാ വിചാരിക്കും എന്തൊരു അവസ്ഥ ഇത്. ഇക്കട്ട് ബാക്കി ഓതട്ട് ತೀರ್ಮಾನವಂತ. അപ്പോൾ ಈ ಚರ್ಚೆಯಲ್ಲಿ KSA ಸಲಹಾ ಸಮಿತಿ ನೀಡಿದ ತೀರ್ಪಿನ ಬಗ್ಗೆ ನಾವು ಅತೃಪ್ತರಾಗಿದ್ದೇವೆ. ಆದುದರಿಂದ ಈ ಮೂಲಕ ನಾವು ತಿಳಿಯಪಡಿಸುವುದೇನೆಂದರೆ, ಇನ್ನು ಮುಂದೆ ನಡೆಯುವ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳಲ್ಲಿ ಭಾಗವಹಿಸುವುದು ನಮ್ಮ ಸ್ವತಂತ್ರ ತೀರ್ಮಾನದ ಮೂಲಕ ಆಗಿರುತ್ತದೆ. ಅಲ್ಲಾಹನ ದೀನನ್ನು ಎಲ್ಲರಿಗೂ ತಲುಪಿಸುವುದಕ್ಕಾಗಿ ನಾವು ತೆಗೆಯುವ ಈ ನಿರ್ಧಾರವನ್ನು ನೀವು ಅಂಗೀಕರಿಸಬೇಕಾಗಿ ವಿನಂತಿ. ಬಾರಕಲ್ಲಾಹು ಫೀಕುಂ. ಶಿಹಾಬುದ್ದೀನ್ ಸೊಲಾಹಿ, ಜಿಯಾವುರ್ ರಹಮಾನ್ ಸೊಲಾಹಿ. ഇതൈത്തിക്കർ ലെറ്റർ. അപ്പൊ ഇതിലെന്താ ചൊന്നേ, ഞങ്ങളെ ദാവാ രംഗത്തിൽ തടയണ്ട, സ്വതന്ത്രമായിട്ട് ബുടരു, നിങ്ങത് അംഗീകരിച്ച് തരൂ ചൊന്ത അതൈറ്റിക്കർ ഞങ്ങ കേട്ടറി. അല്ലാണ്ട് ഞങ്ങൾ നിങ്ങളെ വിട്ടുപോണ്ടಂಟ, അല്ലെ ഞങ്ങ ഇനി ദൂര ഞങ്ങ ഇനി ഈ നിങ്ങളൊട്ടിಗೆ കേസരങ്ങളൊട്ടിಗೆ സഹകരിക്കില്ല അല്ല അതിൽ ആ ലെറ്ററിൽ ചൊന്നറി. യാസിർ അലി ഇക്കമ്മി നിങ്ങളൊട്ടിಗೆ ക്വസ്റ്റ്യൻ കേൾക്കൂ ഇതൈറ്റിക്കർ ഇതിൽ എവിടെ ഉണ്ടു ഞങ്ങ പത്ത് പോണ്ടാണ്ട് അല്ലെങ്കിൽ ഞങ്ങ വിട്ടു പോണ്ട അല്ലെങ്കിൽ ഞങ്ങ സഹകരിക്കുക ആവില്ല ചൊന്തു എവിടെ ഞങ്ങ ചൊന്നതുള്ളി. അപ്പൊ പച്ച കലവല്ലേ നിങ്ങ ചൊല്ലേ. അപ്പൊ ഇതൈറ്റിക്കർ ലെറ്ററിന്റെ അവസ്ഥ. ഇയാള് ലെറ്ററെല്ലാം കാട്ടുമ്പോഴത്തേക്ക് യന്ത്രമാ ഇങ്ങനെ കയ്യിൽ ഉണ്ടുണ്ട് വിചാരിച്ചു പോണു. എന്തും ഇല്ല, ഞങ്ങൾ അതിൽ വിട്ടു നിൽക്കരണ്ട അല്ലെങ്കിൽ കേസറിട്ട് സഹകരിക്കുക ആവില്ലಂಟ ഞങ്ങൾ ചൊന്തേ ഇല്ല. ഈ ലെറ്റർ ഓദിത്ത് പിന്നെ ഇയാൾ നണ്ടൊട്ടിಗೆ ക്വസ്റ്റ്യൻ എന്തേ, ഈ ലെറ്റർ നിങ്ങൾ തന്നേൽ പിന്നെ ഇതുക്ക് പ്രതിക്രിയായിട്ട് ഇതുക്ക് റിട്ടേൺ നിങ്ങൾ പറത്തിട്ടാണ്ട് ലെറ്റർ തന്നറാമ, നിങ്ങൾ പറത്തിട്ടാണ്ട് ചൊന്നറാമ കേൾക്കൂ. ഇവിടെ
നിങ്ങൾ എത്തിക്കറി ഈ ലെറ്റർ ഞങ്ങൾക്ക് തണ്ടത്. അപ്പോൾ പറത്തിട്ടെങ്കിൽ എന്തിനു വേണു? ഒന്നെങ്കിൽ ഈ നിർണയ അല്ലെങ്കിൽ ഈ തീരുമാനം അംഗീകരിಸಲಾಗಿದೆ. അപ്പോൾ ഈ ലെറ്റർ എത്തിക്കറി നിങ്ങൾ തന്നത്, ഈ ലെറ്റർ ഞങ്ങൾ അംഗീകരിച്ചിരാൻ ചൊന്നുത്താ, അല്ലെങ്കിൽ ഈ തീരുമാനം നിങ്ങൾ എടുത്ത തീരുമാനം തപ്പു ചൊന്നുത്താ, അല്ലെങ്കിൽ നിങ്ങൾ ഇതോടുകൂടി ഞങ്ങൾ പറത്തിട്ട ചൊന്നുത്താ, ഏതും നിങ്ങൾക്ക് തെളിയിക്കൂ സാധിക്കാതെ. അത് യാസിർ അൽ ഹിക്കമി, നിങ്ങൾ റിട്ടേൺ ഞങ്ങൾക്ക് ലെറ്റർ തന്നില്ലാണ്ടായെങ്കും പിത്യാണ്ട് ഞങ്ങൾ ലെറ്റർ തന്നി പിത്യാണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങളെ റിമൂവ് ആക്കിരാർ. KSA എക്സിക്യൂട്ടീവ് മെമ്പർ ഗ്രൂപ്പ് ഞങ്ങളെ റിമൂവ് ആലോചന ആക്കി നോക്കൂ. അപ്പൊ റിമൂവ് ആക്കിയതിൽ അർത്ഥം എന്തേ? പറത്തിട്ടേണ്ട പറത്തിട്ടിട്ടില്ലാണ്ട അതൊന്നും നിങ്ങൾ ചൊല്ലോ. ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് KSA എക്സിക്യൂട്ടീവ് മെമ്പർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ആ വാട്സപ്പ് ഗ്രൂപ്പ് റിമൂവ് ആക്കി. അപ്പൊ റിമൂവ് ആക്കിയതിൽ അർത്ഥം എന്തേ? പറത്തിട്ടേണ്ട പറത്തിട്ടിട്ടില്ലാണ്ട എന്തിനാ ഇങ്ങനെ കലോശുണ്ട്? വാട്സപ്പ് ഗ്രൂപ്പ് അണ്ട് റിമൂവ് ആക്കി അണ്ടേ ನಾನು എന്താക്കിയ അണ്ടത്തെ പ്രസിഡന്റ് ആയിട്ട് എഞ്ചിനീയർ റഷീദാക്ക അയാൾക്ക് നാ മെസ്സേജ് ആക്കിരെ. എന്തുകൊണ്ട് നന്റെ റിമൂവ് ആക്കിരെ? എന്തുകൊണ്ടിട്ട് നന്റെ റിമൂവ് ആക്കിരെ? നാ മെസ്സേജ് ആക്കിന്നെ, റെസ്പോണ്ട് ഇല്ല, ഒരേ ഒരു പൽക്കില്ല, ഒരേ ഒരു മെസ്സേജ് ഇല്ല. ആലോചന ആക്കിനോ? ഇനി റിമൂവ് ആക്കിയിട്ടില്ല ചൊല്ലാം. ಇದಕ್ಕೆ ಮೊದಲು ಇದೇ ಚರ್ಚೆ ಬಂತು ಎಂದ್ರೆ ನಾವು ರಿಮೂವ್ ಆಕಿಟ್ಲ ನಿಗಮೇ ಲೆಫ್ಟ್ ಆಯ್ತು പോയിരേ. അപ്പം ನಾನು റിമൂവ് ആക്കിരേൻ ചൊന്തു തെളിയിച്ചിന്നെ കലാമിച്ച ಅದಕ್ಕೆ സാക്ഷി എത്തിക്കറ്. നിങ്ങളെ കൂട്ടത്തിലുള്ള കലാമിച്ച ചൊന്നൂರು ನನ್ನೊಟ್ಟಿಗೆ ಎಂದ್ರೆ നിങ്ങ ಅದಕ್ಕೆ ದಲೀಲೆಲ್ಲ ಇಟ್ಟು ಕೊಂಬರ್ನು ಬೇಡ. ನಾ ನೋಕಿರೆ ನಿങ്ങളെ റിമൂവ് ആക്കിയത് നക്ക് കണ്ട്ര് ചൊന്തു കലാമിച്ച നನ್ನೊಟ್ಟಿಗೆ ചൊന്നതുണ്ട്. അപ്പൊ ബെർദെഗും ആൽമാറിനോട് ഞങ്ങ പറത്തിട്ടിട്ടില്ല, നിങ്ങമേ ഇഞ്ഞു പോയിരേ ചൊന്തു ആ ചൊല്ലറதுக்கு ഒരു കാര്യമില്ല. ആയിട്ട് നിങ്ങ പറത്തിട്ടിട്ടില്ല అంటే ചൊന്നാറല്ലേ, ഞങ്ങ പറത്തിട്ടിട്ടില്ല നിങ്ങമേ ഇഞ്ഞു പോയിരേ. അപ്പൊ ಅದರ അടിസ്ഥാനത്തിൽ 2-3 ക്വസ്റ്റ്യൻ നക്ക് കേൾക്കുന്നുണ്ട്. ഒന്നാമത്തേത്, ഞാൻ ഈ ലെറ്റർ തന്നതിൽ പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ റിമൂവ് ആക്കിയാർ, ഓക്കെ. പിന്നെ 2.5 വർഷത്തോളം റായത്തിന്നെ പിന്നെ എത്തിക്കറ് ഇവിടെ വണ്ടി. അപ്പൊ 2.5 വർഷത്തോളം റായത്തിന്ത് ഒരേ ഒരു ക്ലാസ്, ഒരേ ഒരു പ്രോഗ്രാം നന്റെ ജിയ ഉസ്താദനെ നിങ്ങൾ വിളിച്ചാറ 2.5 വർഷത്തോളം. ഇനി കൊറോണത്തെ അത് കൊറോണ ആയസബുലു അങ്ങനെ ആയസബുലു വിളിക്കുകയില്ല. കൊറോണത്തെ ഒന്നും റീസൺ ഇടർ വേണ്ട. ഓൺലൈനിലും നിങ്ങളുടെ ക്ലാസ് നടന്നത്, ഓൺലൈനിൽ നിങ്ങളുടെ ക്ലാസ് നടന്നത്, ആ ഓൺലൈനിലെങ്കിലും നിങ്ങൾ വിളിച്ചിടാറ ഇല്ല. പിന്നെ എന്തിനാ പറത്തിട്ടിട്ടില്ലാന്ന് ചൊല്ലി, എന്തിനാ നിങ്ങൾ പൽക്കറി, എന്തിനാ യാസിർ അൽ ഹിക്കമി നിങ്ങളൊട്ടിಗೆ ನಾನು ഒരു പിർസത്തിലും അതേപോലെ ബെജാറും നിങ്ങളുടെ അവസ്ഥ നോക്കിയിട്ട് ബെജാറും നാ കേട്ടോല്ലേ. എന്തിനാ നിങ്ങൾ പറത്തിട്ടിട്ടില്ലാന്ന് ചൊല്ലി. 2.5 വർഷത്തോളം ഒരു പ്രോഗ്രാമും അതേപോലെ ഒരു ക്ലാസ്സും വിളിക്കാണ്ടിരിക്കരുത്. ഇത് പിന്നെ പറത്തിട്ടില്ല വേറെന്തിരി. പിന്നെ ഗൾഫിൽ നിങ്ങൾ പോയിട്ടില്ലേ, ഗൾഫിൽ കേസിലെ സ്റ്റേജിಗೆ നിങ്ങൾ പത്തിട്ടില്ല കേട്ടു. ഗൾഫിൽ കേസിലെ സ്റ്റേജിಗೆ ನಾನು നിങ്ങളൊട്ടിಗೆ സഹകരിച്ചിരി. ജുബൈലിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുറേ, അതേപോലെ എല്ലാവരും ഒട്ടിಗೆ ആവണം ചൊന്തു ഇഷ്ടപ്പെടുറേ. എത്ര പാവപ്പെട്ട പ്രവർത്തകന്മാരുള്ളാർ അങ്ക് നിങ്ങളെ റായത്തിലൂടെ ആ റായത്തിൽ നടക്കുന്നതായി പൊളിറ്റിക്സ് എന്തും പിടില്ല. അവിടെ നടക്കുന്നതായി എന്തിനുള്ള ഫിത്തന, അതേപോലെ ഉൽഗത്തിൽ നടക്കുന്നതായി എന്ത്ര പൊളിറ്റിക്സ് ചൊല്ലത് ഊടേ ഗൾഫിലുള്ള ആൾമാർക്ക് അത് പിടിയായിട്ടില്ല. അങ്ങനെ അങ്ങനെ നന്റെ വിളിച്ചാർ ക്ലാസ് എടുപ്പാട്ടിയാർ ദാവാ സെന്ററിൽ ഇങ്ങനെ വിസ്ഡം ദായർ അണ്ടറിലിട്ടിക്കരുത് ആ ക്ലാസ് എടുത്തോ ഇന്ന് അയാൾ നക്ക് പെർമിഷൻ തന്നോ ഇന്ന് ഞാൻ അതിൽ ക്ലാസ് എടുത്തോ ഇന്ന്. അങ്ങനെ ക്ലാസ് എടുത്ത് 2 വർഷത്തോളം എന്തും ഒരു പ്രോബ്ലം ഇല്ല, എന്തും പ്രോബ്ലം ആയിട്ടില്ല. അങ്ങനെ പിന്നെ നാ റായത്ത് ബന്ത് അഹ്ലെ ഹദീസിനെ സ്റ്റേജ് പത്തിട്ട് ഒരു സ്പീച്ച് ആക്കിയ നബിദിനത്തെ വിഷയത്തിൽ ബംഗറിൽ ഒരു സ്പീച്ച് ആക്കിയ. അതിൽ പിന്നെ ഊടെ പ്രോബ്ലമാണ് നോക്കൂ. റായത്താക്കി സ്പീച്ച് പിന്നെ നക്ക് ഊടേക്ക് പ്രോബ്ലമാണ്. എന്തൊരു അവസ്ഥ അല്ലേ, ആലോചനാക്കി നോക്കൂ. അപ്പൊ ഫസ്റ്റ് എന്താ ചൊന്നെ ഇവിടെ ജുബൈലിൽ ദാവാ സെന്ററിൽ രജിസ്റ്റർഡ് ദായിമാർ മാത്രം ക്ലാസ് ആക്കൂ, പെർമിഷൻ ഇല്ലേ, വേറെ ആർക്കും ഇല്ല. ഓക്കെ, നേരിട്ട് നമ്പിയ ഐത്തിക്കൂ. അപ്പൊ രജിസ്റ്റർ അല്ലാത്ത ദായിമാർക്ക് ക്ലാസ് ആക്കൂ ഇല്ല. അപ്പൊ നാ രജിസ്റ്റർ അല്ലാത്ത സബില് നന്റെ ക്ലാസ് ഇല്ലാണ്ടായി. ഓക്കെ, 2-3 തിങ്കൾ കഴിഞ്ഞിട്ടായി പിന്നെ ഒരാള് രജിസ്റ്റർ അല്ലാത്ത അങ്ങനെ ഒരു ദായി ക്ലാസ് ആക്കിയേ ഉള്ളൂ. ആലോചനാക്കി നോക്കൂ. രജിസ്റ്റർ അല്ലാത്ത ഒരു ദായി അങ്ങനെ ദായി ദാവാ സെന്ററിൽ ക്ലാസ് ആക്കി. അപ്പൊ കേട്ടാർ, നന്റെ ഇഷ്ടപ്പെട്ട ആൾമാർ കേട്ടാർ. അതെങ്ങനെ അയാൾ ക്ലാസ് ആക്കറി? അത് പിന്നെ തെല്ലാളുള്ളി ഒരു 4-5-10 ആളുള്ളി. അപ്പൊ അതെന്തും വല്ല പ്രോബ്ലം ആവില്ല. ആലോചനാക്കി നിങ്ങളെ അവസ്ഥ. അത് ലാസ്റ്റ് പിന്നും റിപ്പീറ്റ് ആക്കി കേൾക്കുമ്പോഴത്തേക്കു പൂച്ച ഗോണിരെ പറത്ത് വേണ്ട പോലെ
ബായിൽ ಬಂತಗಲಿ ಎಂದ್ರೆ അതങ്ങനല്ല. അത് ഷിയാബ് സ്വലായി അഹ്ലെ ഹദീസിന്റെ സ്റ്റേജ് പത്ര സബുಲು അതേപോലെ ഉദത്തങ്ങളൊಟ್ಟಿಗೆ സ്പീച്ച് ആക്കുന്ന സബുಲು ನಂಗೆ അയാൾക്ക് പെർമിഷൻ കൊടുക്കുകയാവില്ല, പെർമിഷൻ എടുത്ത് കൊടുക്കുകയാവില്ല. ആലോചന ആക്കി നോക്കൂ. പിന്നെ അതിനിടയിൽ ಬೇರೆ ಊರದ ഇതിനിടയിൽ ദമാബ്രഹ പിലിച്ചു ഇന്നാർ. ദമാബ്രഹക്ക് പ്രോബ്ലം ഇല്ല ಅಂತ നന്റെ ഊಡ್ರ ಕ್ಲಾಸ್ ಜುಬೈಲ್ರ ಕ್ಲಾಸ್ ಸ್ಟಾಪ್ ಆಯಪ್ಪೋ ದಮಾಮ್ರಗ ಚೊಂದ ಪಲ್ಕೆಂದ್ರೆ ನಂಗೆ ಕೂಡ ಪ್ರಾಬ್ಲಮ್ ಎಂದು ಇಲ್ಲ ಬಾವ. ರಿಜಿಸ್ಟರ್ಡ್ ದಾಯಿ ಮಾರು ಆಕಾಂಟಿಕ್ ಅದ್ಲೆಂದು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ. ಓಕೆ, അതിനിടയിലും പിന്നൊരു ദായിരക്കോ എന്നാണ്. പിന്നൊരു ദായിരക്കോ ಅಂತ അവിടെ രജിസ്റ്റർ ആക്കിബാട്ടിട്ട് ദാവ സെന്ററിൽ രജിസ്ട്രേഷൻ ആക്കിബാട്ടിട്ട് ഇപ്പൊ ക്ലാസ് എടുത്ത് പാട്ടിയുള്ള. അപ്പൊ ഇവിടെ ഒരു ദായി വന്നേൽ പിന്നെ അങ്ങനെ ഒരു ദായി വന്നേൽ പിന്നെ ദമാബ്രഹക്ക് പ്രോബ്ലം ഓടി. ദമാബ്രഹ പിന്നെ രണ്ട് ക്ലാസ് ക്യാൻസൽ ആക്കിയിട്ട് പിന്നെ ഒരു ദായിരമേ പിലിച്ചു ഇന്നാർ. അപ്പൊ നന്റെ ഇഷ്ടപ്പെട്ട ജുബൈൽರ ദായി മാർച്ചൊന്നാർ ദമാബ്രഹൾക്ക് എന്തിരെ നിങ്ങൾ ഷിയാബ് സുലൈരെ പിലിക്കണമെങ്കിൽ മാത്ര ഈ ദായിരം ನಂಗೆ കടത്തിരി, ഇല്ലെങ്കിൽ ഈ ദായിരം ನಂಗೆ കടത്തില്ല ಅಂತ ചൊന്നാർ. അപ്പൊ ഇത് ചൊന്താമത്തും അവിടെ ക്ലാസ് നടന്നില്ല. അങ്ങനെ ലാസ്റ്റ് എന്താക്കിയാർ ഒരു നാൾ നന്റെ പിലിച്ചാർ. ഇങ്ങ ബിൽക്കാണ്ടിക്കും ബിൽക്കാണ്ട് എല്ലാം ആവിടെ ഇങ്ക്. അപ്പൊ ബേന്മായപ്പോ ബിൽക്കിരി ബേന്മായപ്പോ അപ്പൊ ഒരു നാൾ നന്റെ പിലിച്ചാർ. May 3 നന്റെ പിലിച്ചാർ. ആ ബിൽച്ചന്നെ നാ പോയിട്ട് ചൊന്നെ അങ്ങനെ ഹിസ്ബിയത്ര വിഷയ ഹിസ്ബിയത്ത് കാട്ടണ്ട, ഹിസ്ബിയത്ത് നിങ്ങക്ക് സമല്ല, ഇത് ഒർക്കും ഇസ്ലാമിനെ തകർക്കിற ಕಾರ್ಯ ಇಟ್ಟಿಕ್ಕರು, ഞങ്ങളെ ഒട്ടിಗೆ ಅವನ ಇಟ್ಟಿಕ್ಕರ ഇത് ചൊന്താമത്തുക്കും പിന്നെ അതിലെ പ്രോബ്ലം എടുത്തിട്ട് അവൻ ഇങ്ങനെ ചൊന്നാ അവൻ അങ്ങനെ ചൊന്നാ പിന്നെ നന്റെ ക്ലാസ് ക്യാൻസൽ. നോക്കൊരു ആൽച്ചനാಗಿ ഇങ്ങനെ ഒരു അവസ്ഥ നോക്കൂ. അപ്പൊ എന്തിനാ നാനോട് വെച്ച് ചൊല്ലു ನಿಂತು നിങ്ങ ಬೇರೆ ಬೇರೆ ಅವನು ನಿಂಗ ಎಂದ್ರೆ ಎಲ್ಲಾ ಸಂಘಟನೆ ಇങ്ങനെ ಅಹ್ಲೆ ಹದೀಸರ ಸಂಘಟನೆಗೆ ನಿಂಗ ಒಟ್ಟಿಗೆ ಆವണ്ട ನಿಂಗ ನಿಂಗಲೇ ಸಂಘಟನೆ ಲಿಕ್ಕರು അങ്ങനെ ഇങ്ങനെ ചൊന്നിനെങ്കിൽ ഭാര്യ കൊസ്സിയാവത്ത് അല്ലേ? എന്തൊരു അവസ്ഥ ഇത്. ജണ്ട് ഗ്രൂപ്പിസം ആക്കുക അങ്ങനെ പഠിപ്പാട്ടോണ ಎಂತ നിങ്ങ ഹിസ്ബിയത്ത് കാട്ട നിങ്ങ ഒട്ടിಗೆ ಅವರು ചൊന്ന സബലല്ലേ എല്ലാ പ്രോബ്ലമും അവിടെ. എന്തൊരു അവസ്ഥ ഇത്. പിന്നെ ഇപ്പൊ ചൊല്ലുന്നത് ഞങ്ങൾ സുലുവാക്കോ പോണ്ടാങ്ങ ഞങ്ങൾ ഒട്ടിಗೆ ആവോ പോണ്ടാങ്ങ. ഈ ഒട്ടിಗಾವು ಚಂದ ഞങ്ങളെ പറത്തിട്ടിട്ട് ഇപ്പൊ അങ്ങ് ഒട്ടിಗಾವು പോണ്ടവള. ഒട്ടിಗಾವ್ರು ನಂಗೆ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ, നല്ല ವಿಷಯ നല്ല ಕಾರ್ಯ, ഞങ്ങത് സ്വാഗത ആക്കറ. നിങ്ങക്ക് അത്ര ഒട്ടിಗಾವು മനസ്സുണ്ടായെങ്കിൽ എല്ലാ ആൾമാരും വിളിക്കൂർ. നിങ്ങ എന്ത് കാലി നിങ്ങളെ ആൾമാര് മാത്ര സ്റ്റേജ് ಬತ್ಬಾಟ್ರಿ. ನಿಂಗೆ ಅತ್ತರ ನಿಂಗೆ ಸುಲು ಹಾಕುವ ಮನ್ಸಿನ ನಿಂಗೆ ಹಾಕೋಣ ಐಸೋರಂದ್ರೆ ഷാക്കിറുല്ലാൽ ഇപ്പൊ ഷാക്കിറുല്ലാൽ പുറത്ത് വെച്ചിടാറില്ലേ? ഷാക്കിറുല്ലാൽക്ക് ഇപ്പൊ പ്രോഗ്രാം ഇല്ല. അപ്പൊ ഷാക്കിറുല്ലാൽറെ ബിൽക്കിരി. അതേപോലെ കേസൽ ഇല്ലാത്ത എത്ര ആലിമാർ കേസറുകൾ നൂടാത്ത ഇത്രത്തോളം നൂലാത്ത എത്ര ആലിമാർ ജദീർ ഉസ്താദ് അയാസ് ഉസ്താദ് ഇങ്ങനെയുള്ള ബിൽച്ചിട്ട് ഒരു സ്പീച്ച് ആക്കിപ്പാട്ടെ എത്ര ചന്ത. ഞങ്ങളെ കൂടെ ഞങ്ങളെ ബിൽക്കണ്ട, ഞങ്ങളെ നിങ്ങൾ ബിൽച്ചിത്തും ബിൽക്കില്ലെങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് പ്രോബ്ലമേ അല്ല. ബാക്കി ഞങ്ങളെ ബിൽക്കല്ലേ ഒട്ടിಗಾವല്ലേ ಅದೇ ಟಿಕ್ಕರ್ ನಿങ്ങളೊಟ್ಟಿಗೆ ಚೊನ್ನವಲ್ಲಿ ನಿಂക്ക് ಆ ഒരു സുൽഹു നിങ്ങൾ എതിർಲು മാത്ര സുൽഹു ആക്കറല്ല అంటే നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇത് സുൽഹാവുക അല്ലെ ഇത് ഒട്ടിಗಾവുക നിങ്ങൾക്ക് മനസ്സില്ല ചൊല്ലറതെ ടിക്കർ സമൂഹത്തിന് കണ്ടുപോല്ലേ. അപ്പൊ അത്ര ടിക്കർ ആ വിഷയത്തിൽ നമുക്ക് പൽക്കറിയില്ല. പിന്നെ ഇയാള് നന്റെ ഒരു പൽക്കത്തെ കട്ട് മുറിച്ചിട്ട് എന്ത്രമാ ഒരു ഉദാഹരണ ചൊന്നെതിരെ ഇയാൾ എന്താക്കി ഇങ്ക് ഡയറക്റ്റ് ചൊന്ന പോലെ ആക്കി തീർക്കരുത് ഇയാൾ ആക്കരുത് നോക്കൂ. എങ്ങനെ നാ ഒരു ഉദാഹരണ ചൊന്നരെ ആ ഉദാഹരണ ചൊന്നെതിരെ ഇങ്കത് ഡയറക്റ്റ് ചൊന്ന പോലെ ആക്കിയിട്ട് അതിരെ ആ ഒരു തിരിക്കരുത് സെയിം സക്കാഫിമാർ പോലെ അയാൾ ആക്കരുത് നോക്കൂ. ഏതായാലും ഷിഹാബ് സുലായി ചെനിയാസത്തെ സ്പീച്ചിൽ വ്യക്തമായിട്ട് ചൊന്നു അത് കേൾക്കൂ. നിങ്ങൾക്ക് മൻഹജിയായിട്ട് മിസ്റ്റേക്ക് സംഭവിച്ചത് അപ്പൊ ചെനിയാസത്തെ സ്പീച്ചിൽ നിങ്ങൾ കൃത്യമായിട്ട് അത് ചൊന്നാർ നോക്കിയാറല്ലേ. ഇനി അതിൽ ഒറിജിനൽ ക്ലിപ്പ് നോക്കൂ അല്ലേ. നിങ്ങൾക്ക് മൻഹജിയായിട്ട് മിസ്റ്റേക്ക് സംഭവിച്ചത് ചൊന്നെങ്കിൽ പിന്നെ അവൻ തപ്പു അവന്റെ പിന്നെ ദൂറാക്കറി അവനേ തപ്പുകാറ. അങ്ങനെ ഒരാൾ ചൊന്നെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് മൻഹജിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് ഒരാൾ ചൊന്നെങ്കിൽ പിന്നെ അവനെ തപ്പുകാറ അവരെ. ഈ ഒരു ഉദാഹരണ ചൊന്നെതിരെ ഇതാ കേസരി മൻഹജ മിസ്റ്റേക്ക് കൊണ്ട് ചൊന്തു ഇയാൾ വ്യക്തമായിട്ട് ചൊന്തു ആക്കരി നോക്കൂ. എന്ത് ഇയാൾ ഏത് കാലത്തിലുള്ള ഗൊന്താവല്ലേ യാസിർ അലൈക്കമ്മ നിങ്ങൾ ഏത് കാലത്തിലുള്ള ഇനിയും ഈ ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ആൾമാരെ മങ്കാക്കുക അവിടുന്ന് നിങ്ങൾ നിൽക്കിരമാ. ഞാൻ എവിടെ ചൊന്നെ കേസരെ മൻഹജ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ അങ്ങനെ ഡയറക്റ്റ് നിങ്ങളെ പോയിന്റ് ആക്കിയിട്ട് ഞാൻ എവിടെ ചൊന്നെ കലവല്ലേ.
ನಾನೊಂದು ಉದಾಹರಣೆ ಚೊನ್ನದಿರಲ್ಲೇ ನಿಂಗ ಡೈರೆಕ್ಟ್ ಹಾಕಿಟ್ಟು ನಿಂಕೆ ಅದು ಚೊನ್ನೆ പോലെ നിങ്ങൾ ആക്കി തീർത്തേ. അപ്പൊ എന്തൊരു അവസ്ഥ ഇത്. അപ്പൊ സഹോദരന്മാരെ, ನನ್ನ പൽക്കത്ത് നാ ദീർഘാക്കുക ഉദ്ദേശിക്കില്ല. നാ കേട്ട 4-5 ക്വസ്റ്റ്യനുക്ക് ഇയാൾ എന്തെല്ലാം ചൊന്തു, എന്തെല്ലാം അനാവശ്യമായ കാര്യം ഇട്ടിട്ട് നാ കേട്ടതിരെ കേൾക്കാത്ത പോലെ, നാ കേട്ട ക്വസ്റ്റ്യൻറെ യന്ത്രമാക്കിത്ത് നാ കേൾക്കാത്ത ക്വസ്റ്റ്യൻറെ കേട്ട ചൊന്താക്കിയിട്ട് ഇങ്ങനെല്ലാം ആക്കിയിട്ട് എത്തിക്രിയാൽ ഒർഗൻ്റെ പൽക്ക പറഞ്ഞത്. അപ്പൊ ഏതായെങ്കിലും നന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ എത്തിക്കർ. ഒന്നാമത്തേത്, ഞങ്ങൾ പരസ്പര താവുണാക്കാൻ ചൊന്തു പോയങ്ങ, അതായത് അഹ്ലെ ഹദീസുകളൊട്ടിಗೆ ഞങ്ങൾ സഹകരിക്കുന്ന ചൊന്തു ഉലമാക്കന്മാരുടെ നടുಲು ഒപ്പിട്ട് പോയങ്ങ. പിന്നെ നണ്ടും സി ഉസ്താദിന്റെ മാത്ര സ്പീച്ചിന്റെ ഒരു സ്റ്റേജ്, അതിന്റെ അടിസ്ഥാനത്തിലെത്തിക്കർ ഞങ്ങൾ പിന്നെ ചർച്ചയ്ക്ക് തെപ്പാട്ടിട്ട് അതാക്കിയത് സമല്ല, നിങ്ങളുടെ പോത്തീരാ ചൊന്തു ഞങ്ങൾ എന്താക്കിര അവിടെ കേസിനെ പറത്തിട്ടേ. അപ്പൊ ഇത് ഏതൊരു അടിസ്ഥാനത്തിൽ അഹ്ലെ ഹദീസുകൾക്ക് മൻഹജിൽ തപ്പ് സംഭവിച്ചാൽ, അല്ലെ അങ്ങ് മൻഹജിൽ പുറത്തു പോയങ്ങമാ, അങ്ങ് ആദർശ തപ്പിയങ്ങമാ, ഇയാൾ ഒന്നുമില്ലെന്നൊരു ചൊല്ലേ അത് ഇയാൾക്ക് ഞങ്ങളൊട്ടിക്ക് ചൊന്തി കിട്ടണു, ഞങ്ങളെ ബായിൽ അത് ബന്തി കിട്ടണു, അതേറ്റിക്കറി ഇയാൾ ആഗ്രഹിക്കരട്ടല്ല ചൊന്തല്ല. അതിൽ പിന്നെ നന്റെ ഏതാ ഒരു പല ക്ലിപ്പല്ലിട്ടിട്ട് ഇയാൾ കാട്ടർ കാഫിർമാരെ സ്റ്റേജ് 10 പാട്ടിട്ട് അങ്ങനെ ചപ്പും ചവർ ചൊലുപാട്ടണ്ട. അത് ഇസ്ലാമിൽ അതില്ലേ, അത് ഇസ്ലാമിലില്ല, അത് ഉലമാക്കന്മാർ പടിപാടി തണ്ടില്ലേ. അത് അങ്ങനെ അത് അഹ്ലെ ഹദീസ് ആക്കിയെങ്കിൽ സമാണ്ട, അതിനർത്ഥ അഹ്ലെ ഹദീസ് ആക്കിയെങ്കിലും 6 ആക്കിയെങ്കിൽ അത് തപ്പേ. ഞങ്ങൾ നിങ്ങളെ പോലെ സംഘടനവാദിമാരൊന്നും അല്ല. സംഘടന ആക്കിയ സ്ഥലത്തേക്ക് സംഘടന അല്ലാത്തങ്ങാക്കുമ്പോൾ അത് തപ്പല്ല. ഏത് സംഘടന ആക്കിയെങ്കിൽ അത് അഹ്ലെ ഹദീസ് ആക്കിയെങ്കിലും അത് നിങ്ങാക്കിയെങ്കിൽ 6 ആക്കിയെങ്കിൽ അത് തപ്പേ പിടിയത്തല്ലേ. അപ്പൊ അത് മനസ്സിലാക്കും. ഇത് പണ്ട് ഇങ്ങ ഏത് സുന്നിരങ്ങ ഈ ഖുറാഫിമാർ ആക്കിയ സ്വഭാവം എത്തിക്കറി നിങ്ങൾ ആക്കിയൂല്ലേ. നബിദിനാഘോഷ ഖുറാനിലുണ്ട ഹദീസിലുണ്ടാട്ട് കേൾക്കുമ്പോ ഇങ്ങ ചൊല്ലുന്നേ മദീനത്തുണ്ടു, മക്കത്തുണ്ടു, അമേരിക്കത്തിലുണ്ടു, ആഫ്രിക്കത്തിലുണ്ടു, ഇറാനിലുണ്ട്. അതേപോലത്തെ വിഷയത്തല്ലേ നിങ്ങൾ ആക്കി കാഫിർമാരുടെ സ്റ്റേജ് 10 പാട്ടിട്ട് അങ്ങ് പൽക്കബരി പാട്ടുకు തീർവ അത് ഉലമാക്കന്മാർ നമുക്ക് പടിപാടി തന്നതാറ്. ആ വിഷയത്തെ എടുത്തിട്ട് അത് അഹ്ലെ ഹദീസ് ആക്കില്ലേ, അത് അങ്ങാക്കില്ലേ ഇങ്ങാക്കില്ലേ ചൊന്ന് എന്തൊരു കാര്യമുണ്ട്, എന്തൊരു ഇത് യാസിർ അലിക്കം ഇതുവാ നിങ്ങ പഠിച്ചിട്ട് ഇത് ഇങ്ങനെ മാനിങ്ങ അലിക്കം ഏര്. അപ്പൊ ഏതായാലും നന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതേറ്റിക്ക് ഏത് പരസ്പരം ഞങ്ങൾ താവുണാക്കാൻ ചൊന്നേൽ പിന്നെ നിങ്ങൾ എന്ത് കേട്ട് അഹ്ലെ ഹദീസിലെ സ്റ്റേജിനെ തൊട്ടിട്ട് നിങ്ങൾ ഞങ്ങളെ തടഞ്ഞേ ചൊല്ലത് നിങ്ങൾ അത് ആൻസർ ആക്കും. രണ്ടാമത്തേത് അഹ്ലെ ഹദീസിലൊട്ട കാട്ടുനായ നിലപാട് അത് എന്ത് ചൊന്തു നിങ്ങൾക്കൊരു ലെറ്റർ എഴുതി തരുക, അറബിലാവട്ടു ഉറുദിലാവട്ടു നിങ്ങൾക്ക് എഴുതി തരുക സാധ്യമുണ്ടാന്നാ കേട്ടുന്നത്. ಅದರ വിഷയത്തിൽ ഒരക്ഷരം ഉണ്ടിട്ടില്ല, കാ മാ ചൊല്ലുന്ന ഒരക്ഷരം ഉണ്ടിട്ടില്ല. എന്തത് നിങ്ങൾക്ക് അത് ನನ್ನ ಕ್ವಶನ್ ಕೇಳ್ಕೊರಿ நீங்க എന്തിനാ ചൊല്ലുற എനിക്ക് വിടില്ല ഇങ്ങനെ വാദം ನಾನು കേൾക്കുற നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാ നിങ്ങൾ ചൊല്ലുற ഈ ഒരു വാദ, അതായത് അഹ്ലെ ഹദീസിലൊട്ടിಗೆ കാട്ടുനായ നിലപാട് ഒരു ലെറ്ററിൽ എഴുതി തരുക നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാ? ഒരു ലെറ്ററിൽ ഉറുദുല അല്ലെങ്കിൽ അറബില എഴുതിട്ട് ആൾമാരുടെ നടുಲು കാട്ടുക നിങ്ങൾക്ക് സാധ്യമുണ്ടാ? എഴുതി കാട്ടുക സാധ്യമില്ലാത്തത് ഇട്ടിക്കറി ഇങ്ങനെ ഈ ഒരു നിലപാട് നക്ക കാട്ടട്ടങ്ങ സാധ്യമേ ഇല്ല. അപ്പൊ ഇതേ ഇട്ടിക്കറിങ്ങല അവസ്ഥ. അപ്പൊ ഇതിന്റെ വിഷയത്തിൽ ഒരക്ഷരം വൽക്കറിഞ്ഞിട്ടില്ല. മൂന്നാമത്തേത് ഷഹീറുദ്ദീൻ ചുവലരെ വിസ്ഡം രംഗ ಬರ್ತಿಟ್ಟ. എന്തേ ಬರ್ತಿಟ್ಟೆ ആദർശ തപ്പിയ പേരിലെന്തോ അല്ല. അങ്ങനെ അബ്ബറെ എന്തിനാ പ്രോബ്ലം ഷഹീറുദ്ദീൻ ചുവലരെ അബ്ബർ പ്രോബ്ലമിൽ ഇയാളെ ಬರ್ತಿಟ್ರಿ. അപ്പൊ ആദർശ തപ്പാണ്ട് വിസ്ഡം രംഗ ಬರ್ತಿಟ್ಟ സബിൽ കേസരങ്ങും ಬರ್ತಿಟ್ರಿ. കേസരങ്ങ അങ്ങനെ ഇയാളുടെ കൂട്ടരേ ഇല്ല. എന്തേ വിസ്ഡം രംഗ ಬರ್ತಿಟ್ಟ അത്ര മാത്രം അന്ധമായിട്ട് തക്ലീദാക്കുന്ന ഒരു അവസ്ഥക്ക് കേസ് എത്തിപ്പോണ്ടേ ചൊന്നെങ്കിൽ എന്ത് ഗതികേട്. ഇത് നാ ചൊല്ലുകയും ബിയർക്കില്ല, നക്കങ്ങനെ ചൊന്നുപോണ്ടേ. നാലാമത്തേത് ഫസ്റ്റ് ഞങ്ങളെ പറത്തിടുമ്പോൾ ചൊന്നെന്തിന് IB നോട്ടഡ് ആൾമാരുടെ അഹ്ലെ ഹദീസ് രംഗ ബിൽക്കിറാറ് അങ്ങനെ സബലു നിങ്ങൾ അവിടെ പോത്തീറാണ്ട് അതേറ്റിക്ക് ഫസ്റ്റ് ചൊന്നോ ഇന്ന്. ഇപ്പൊ ഇവിടെ പോയിട്ട് ഈ IB നോട്ടഡ് അതിലിപ്പോ പൽക്കമി കേട്ടോ ഇല്ലല്ലേ, അതിലിപ്പോ ശുദ്ധിയേ ഇല്ലല്ലേ. വലിയ വലിയ ആലിമുമാർ പറയുമ്പോഴത്തേക്കു അപ്പ അഹ്ലെ ഹദീസ് ആലിമരങ്ങ ഇപ്പുറം പണ്ടാർ അപ്പൊ ഒരു IB നോട്ടഡും ഇല്ല. അപ്പൊ അതിന്റെ വിഷയത്തിലും നിങ്ങൾ പൽക്ക പറഞ്ഞിട്ടില്ല യാസിർ അലിക്കം. അതേപോലെ അഞ്ചാമത്തേത് ഞങ്ങളെ പുറത്താക്കിയത് എന്തൊക്കെ അഹ്ലെ ഹദീസിലെ സ്റ്റേജിക്ക് 16 അല്ലെ, അഹ്ലെ ഹദീസിലെ സ്റ്റേജിക്ക് 16 ഇതേ മനുഷ്യ ഈ പൽക്ക പറഞ്ഞ, അതായത് യാസിർ അൽ ഹിക്കമി SKSM ദായറൊട്ടിಗೆ സ്റ്റേജ് ഷെയർ ആക്കിയത് ഇപ്പൊ റീസെന്റ് ഒരു വർഷം 2 വർഷം മുന്നോട്ട്.
എന്താക്കിയാറ് കേസರಂಗ್ എന്താക്കിയാറ് എന്തേ ഒന്നാക്കിയാറ് എന്തേ ഒരു ആക്ഷൻ എടുത്താറ്. അപ്പൊ എനിക്ക് ബേന്മായപ്പോ എന്താക്ക ബേന്മ അത് മാറൊട്ടിക്ക ആദർശ തപ്പിപ്പോയ SKSM ദായരൊട്ടിಗೆ ತಿಕ್ಕರು ഈ യാസിർ അലി ഹക്കമി സ്റ്റേജ് ഷെയർ ആക്കറി. ഞങ്ങൾ അഹ്ലെ ഹദീസിനൊട്ടിಗೆ സ്റ്റേജ് പത്തിട്ട് ഒരാളൊട്ടിಗೆ സ്റ്റേജ് ഷെയർ ആക്കിരുന്നതും അല്ല, അഹ്ലെ ഹദീസിന്റെ സ്റ്റേജ് പത്ത് പൽക്ക പറഞ്ഞിരി. ഇയാൾ SKSM ദായരൊട്ടിಗೆ സ്റ്റേജ് ഷെയർ ആക്കിരി. അപ്പൊ ഇങ്ങാക്കുമ്പോ സമ നങ്ങാക്കുമ്പോ സമ. ഇയാളെ കേട്ടതുണ്ടല്ലേ, സ്ഥാനം കിട്ടുമ്പോഴത്തേക്കും സമ, സ്ഥാനം ഇല്ലാത്തപ്പ സമല്ല. അതേ അവസ്ഥ നോക്കൂ അയാൾ സ്റ്റേജ് ഷെയർ ആക്കിയത്. في إخبات ولتشفي جروحك بالصلوات ليشفي جروحك بالصلوات. അപ്പൊ ഇതെത്ര സമ, ഇതെത്ര സമ, ഇത് സമമാ? അപ്പൊ SKSM നിങ്ങൾ ഒട്ടികായാറാ? അപ്പൊ ഏതായെങ്കിലും കേസരെ സഹോദരന്മാരൊട്ടിಗೆ ലാസ്റ്റ് നിപ്പാട്ടുമ്പോ ചൊല്ലുള്ളേ നിങ്ങൾ അന്ധമായിട്ട് തക്ലീദാക്കുന്നത് കൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഖുറാഫിമാരെ അല്ലെങ്കിൽ സുന്നിമാരെ ഞങ്ങൾ ചൊല്ലുന്നേ നിങ്ങൾ ഏപ്പിരങ്ങളെ അതേപോലെ ജിഫ്രി തങ്ങളുടെ നിങ്ങൾ അന്ധമായിട്ട് അംഗീകരിക്കണ്ട, അന്ധമായിട്ട് തക്ലീദാക്കണ്ടല്ലേ. അപ്പൊ അന്ധമായിട്ട് അങ്ങനൊട്ടിಗೆ നിങ്ങൾ തക്ലീദാക്കേണ്ട ചൊല്ലും നിങ്ങൾ എന്തിനാക്കിയോല്ലേ? ഹക്കെന്തിര ബാത്തിലെന്തിരട്ട് പഠിക്കാണ്ട് അത് മനസ്സിലാക്കാണ്ട് നാനൊരു കേസരെ പേരെടുത്തിട്ട് ദൂര്യ സഭlu നന്റെ മേലേക്ക് പാറത് എത്ര സമ? ഏത് ഹക്ക് ഏത് ബാത്തിൽ നോക്കിയിട്ട് മനസ്സിലാക്കൂ, അറിയൂರು, പഠിക്കൂರು. قالوا ربنا اطعنا سادتنا وكبراءنا فاضلونا سبيلا. അല്ലേ, അല്ലാഹുവേ ഞങ്ങളെ ലീഡർമാരെ ഞങ്ങളെ നേതാക്കന്മാരെ ഞങ്ങൾ അന്ധമായിട്ട് ഫോളോ ആക്കി സഭയിട്ടിക്കറ് ഇത്രമാത്രം തെറുതപ്പിപ്പോയങ്ങായി തീനെ ചൊല്ല് ഞങ്ങൾ പരലോകത്ത് ചൊല്ലുற ഒരു അവസ്ഥ ഉണ്ടാവുത്തീറ. ഇത് ഖുറാഫിമാർക്ക് ഓതികെ പാട്ട ആയത്തല്ല, ഞങ്ങൾ മനസ്സിലാക്കുനായ ആയത്തേറ്റിക്കറ്. അന്ധമായിട്ട് ഒരാളും തക്ലീദാക്കണ്ട. ഏത് ഹക്ക് അത് ഹക്ക്, ഏത് ബാത്തിൽ അത് നന്റെ സ്വന്ത സംഘടന ആക്കിങ്ങോ അത് ബാത്തിലെ, അത് തപ്പേ, അത് തപ്പും ചൊല്ലുള്ളേ ഗഡ്സ് അത് ഉണ്ടാവണം സലഫിറങ്ക്. അതേ ടിക്കറി ഒരു സന്ദർഭത്തിൽ നമുക്ക് ചൊല്ലുകൊള്ളേ അല്ലാഹു സുബ്ഹാനഹു തആല സത്യത്തെ സത്യമായിട്ട് മനസ്സിലാക്കുകയും ബാത്തിലരെ ബാത്തിലായിട്ട് അറിഞ്ഞിട്ട് അതിനെ വലിച്ചെറിയുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.